for the nations. Hallelujah. 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 നമുക്ക് വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. Let us read a word of God. മത്തായിയുടെ സുവിശേഷം The Gospel of Matthew, 21 chapter 21, 7, 8, 9, 10, 11 വാക്യങ്ങൾ. verses 10 വാക്യങ്ങൾ. 7, 8, 9, 10. verses 7 to 10. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. അവൻ കയറിയിരുന്ന് പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുൻപും പിൻപും നടന്ന പുരുഷാരം ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്നാർത്തുകൊണ്ടിരുന്നു. അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. ഇവൻ ആരെന്ന് പറഞ്ഞു മതി. ഹല്ലേലൂയ. The disciples went and did just as Jesus had instructed them, and brought the donkey and the colt, and laid their coats on them, and he sat on the cots. Most of the crowd spread their coats in the road, and others were cutting branches from the trees and spreading them in the road. The crowds going ahead of him and those who followed were shouting, "Hosanna to the Son of David! Blessed is he who comes in the name of the Lord! Hosanna in the highest!" And when he had entered Jerusalem, all the city was stirred and saying, "Who is this?" ഹല്ലേലൂയ. Hallelujah. യേശു കർത്താവ് ഹല്ലേലൂയ കൽപ്പിച്ചതുപോലെ ശിഷ്യന്മാർ കഴുതക്കുട്ടിയെ കൊണ്ടുവന്നു. The disciples brought the donkey and the colt just as he had instructed. കെട്ടപ്പെട്ട് കിടന്ന ഒരു കഴുതയെ. It was a tied up colt. ഹല്ലേലൂയ. അതുവരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ. A colt on which no one has sat upon എല്ലാ yet. ബന്ധനങ്ങളെ അഴിച്ചു കൊണ്ടുവന്നു. They broke every cord and ശിഷ്യന്മാർ അതിന്റെ മേൽ വസ്ത്രങ്ങളെ വിരിച്ചു. the disciples laid their coats on top of it. കർത്താവായ യേശു അതിന്മേൽ കയറി And Jesus got on top of it. യെരൂശലേമിലേക്ക് പ്രവേശിച്ചു. He entered into Jerusalem. ജനം മുഴുവൻ ആർത്തു വിളിച്ചു. And all the people shouted. ഹല്ലേലൂയ. അവർ വസ്ത്രങ്ങളെ വിരിച്ചു. They laid their clothes. ചില്ലകളെ വെട്ടിയിട്ടു. They cut branches. കർത്താവിന് മഹത്വം കൊടുത്തു. They praised the Lord. ഹല്ലേലൂയ. ആ പട്ടണം മുഴുവൻ ഇളകി. The whole city was stirred up. ഹല്ലേലൂയ. ഈ ഒരു യാത്രയെ In this journey യെരൂശലേമിലേക്കുള്ള into Jerusalem, വിജയപ്രവേശം എന്നാ പറയുന്നത്. it's called the glorious, the victorious entry into Jerusalem. ഹല്ലേലൂയ. ജയത്തിന്റെ പ്രവേശമാണ്. It is a victorious entry. കർത്താവായ യേശു പല പ്രാവശ്യം യെരൂശലേമിൽ പോയിട്ടുണ്ട്. Many times Jesus has gone to Jerusalem. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4 എടുത്ത് പറയുന്നുണ്ട് കർത്താവ് യെരൂശലേമിൽ പോയിട്ടുണ്ടെന്ന്. In the Gospel of John, in 4 places it said Jesus went to Jerusalem. ഹല്ലേലൂയ. പക്ഷേ ഈ പ്രാവശ്യത്തെ പോക്ക് But this journey, ഹല്ലേലൂയ സാദാ പോക്കല്ല. it was not an ordinary journey. ഇതൊരു ജയത്തിന്റെ പ്രവേശനമാണ്. It was a victorious entry. പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ Even he has gone താൻ many times. ആരെന്ന് പോലും വെളിപ്പെടുത്താതെയാ പോയത്. He went without revealing who he was. പക്ഷേ ഈ പ്രാവശ്യം പോകുന്നത് But this time, താൻ ആരെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാ പോകുന്നത്. he went in revealing who he was. താൻ ജയത്തോടെയാ കയറുന്നത്. He entered with victory. പക്ഷേ യുദ്ധം നടന്നിട്ടില്ല. But there was no war. ഹല്ലേലൂയ. യുദ്ധം നടന്നില്ല. There was no war. പക്ഷേ പ്രവേശിക്കുന്നത് ജയത്തോടെയാ. But he is entering with victory. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. Today the Holy Spirit is speaking to ഈ some people. വചനത്തെ സ്വീകരിക്കുന്നവരോട് Those who receive this word. ഹല്ലേലൂയ. യുദ്ധത്തിന്റെ സമയം കഴിഞ്ഞു. The time of war is over. ഹല്ലേലൂയ. നീ ഇനി ജയത്തോടെ പ്രവേശിക്കേണ്ട സമയമാണെന്ന്. It's a time for you to enter with victory. ഹല്ലേലൂയ. ചില മേഖലകളിൽ നീ ജയത്തോടെ പ്രവേശിക്കുന്ന. In some realms with victory you will അതിന് enter. കർത്താവായ യേശു ഒരു കഴുതയെ തിരഞ്ഞെടുത്തു. For that Jesus chose a colt. കാരണം യഹൂദന്മാരുടെ ഇതനുസരിച്ച് Because according to the Jewish കഴുത culture, സമാധാനത്തെ കാണിക്കുന്നത്. the donkey shows peace. പക്ഷെ കുതിരപ്പുറത്ത് വരുന്നത് യുദ്ധത്തിനായിട്ടാ. But on the horse they come with war. ഒരു വ്യക്തി ഒരു രാജാവ് ഹല്ലേലൂയ കുതിരപ്പുറത്ത് വന്നാൽ ആ പട്ടണത്തോട് യുദ്ധം ചെയ്യാൻ വരുന്നു എന്ന അടയാളമാണ്. If a king comes on a horse, it means he's coming for a war. പക്ഷെ ജയിച്ചവൻ
But one who has won. ഹല്ലേലൂയ. ജയിച്ച വ്യക്തി കുതിരപ്പുറത്തല്ല വന്നത്. But the one who has won does not ഹല്ലേലൂയ. come. കഴുതപ്പുറത്താ വന്നത്. He comes on a donkey. സമാധാനത്തിലാ വന്നത്. He came in peace. എന്നാൽ അതേ കർത്താവ് The same Lord. ഹല്ലേലൂയ ഒരിക്കൽ കൂടെ വരും. He will come again. ഹല്ലേലൂയ. തന്റെ സർവായുധ സൈന്യവുമായി ഒലിവുമലയിൽ വന്നിറങ്ങും. He will come with all of his armies. ഹല്ലേലൂയ. അതൊരു മഹായുദ്ധത്തിനായിട്ടായിരിക്കും. It will be for a great war. അതിനെക്കുറിച്ച് തിരുവചനത്തിൽ തന്നെ ഈ കുതിരകളെ കാണിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ചുമന്ന കുതിരയെ കാണിക്കുന്നുണ്ട്. The book of Revelation shows about the red ഈ horse. ചുമന്ന കുതിരയുടെ പുറത്ത് കയറി വരുന്നവൻ നാശം വിതയ്ക്കാൻ കയറി വരുന്നവനാ. The one who comes on the red horse comes for destruction. ഈ കുതിരപ്പുറത്താ വരുന്നത് അവൻ. He comes on this horse. ഹല്ലേലൂയ. അടുത്ത കറുത്ത കുതിരപ്പുറത്ത് വരുന്നതിനെ കാണിക്കുന്നുണ്ട്. It talks about the one who comes on the black horse. ആദ്യത്തെ ചുമന്ന കുതിരപ്പുറത്ത് വരുന്നവൻ മുഴുവൻ രോഗങ്ങളെയും കഷ്ടതകളെയും കൊണ്ടുവന്നിടുന്നുണ്ട്. The one who comes on the red horse spreads diseases and problems. യുദ്ധത്തിനായിട്ട് അവിടെ കയറി വരുന്നത്. He comes in for a war. ഹല്ലേലൂയ. കറുത്ത കുതിരയിൽ വരുന്നവൻ ക്ഷാമത്തെ കൊണ്ടുവന്നിടുന്നുണ്ട്. The one who comes on the black horse brings about famine. അവൻ യുദ്ധത്തിനായിട്ടാ കയറി വന്നത്. He comes in for a war. ഹല്ലേലൂയ. അടുത്ത മഞ്ഞ കുതിര വരുന്നത് ഹല്ലേലൂയ മരണവുമായിട്ടാ കയറി വരുന്നത്. The one on the yellow horse comes with death. ഹല്ലേലൂയ. ഇങ്ങനെ സകല ഹല്ലേലൂയ യുദ്ധങ്ങളുടെ ശ്രുതികൾ ഉയർന്നു നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു സർവായുധ സൈന്യവുമായി അവന്റെ ദൂത സൈന്യവുമായി ഇറങ്ങും. With all of these circumstances, our Lord Jesus comes with his Lord of armies. പക്ഷേ ഇവിടുത്തെ പ്രവേശനം But this entry, കുതിരപ്പുറത്തല്ല, it's not on a donkey. ഒരു കഴുതയുടെ പുറത്താണ്. It's on a donkey. ഓൾറെഡി ജയിച്ചിട്ടുള്ള പ്രവേശനമാണ്. Because he is entering after already ഇത് winning. ജയത്തിന്റെ പ്രവേശനമാണ്. This is an entry of victory. ഹല്ലേലൂയ. യുദ്ധം ചെയ്തില്ല. He didn't wage a താൻ war. ആരെന്ന് പറഞ്ഞില്ല. He didn't say who പക്ഷേ is. ജനത്തിന് വെളിപ്പെട്ടു ഇവൻ ആരെന്ന്. But the people were revealed who he was. ഹല്ലേലൂയ. ചിലരുടെ മേൽ ഇങ്ങനത്തെ ചിലത് സംഭവിക്കാൻ പോകും. On some people this is going to happen on ചിലത് them. സംഭവിക്കാൻ നമ്മളിപ്പോ കേട്ടതുപോലെ Just as we heard today, യോർദാന്റെ മുമ്പിൽ യോശുവ വന്നു നിന്നു. Joshua came in front of the Jordan. ജയിച്ചിട്ട് വന്നവന്റെ പ്രത്യേകത, The speciality of the one who has won. ഈ വെള്ളത്തെ വറ്റിക്കാൻ നിൽക്കണ്ട. He doesn't have to wait for the water to be ഹല്ലേലൂയ. dried. ബോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. They don't have to create a boat. ഹല്ലേലൂയ. പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ചവിട്ടുമ്പോൾ When the feet of the priest touch the water, ഹല്ലേലൂയ. കാരണം ഓൾറെഡി ഇതിനെ ജയിച്ചിട്ടാ വരുന്നത്. because they have already won ഓ, already. ഈ ദിവസങ്ങളിൽ ഓൾറെഡി ദൈവം ജയം തന്നിട്ടുണ്ട്. In these days God has given us this victory വിശ്വാസത്തിൽ പ്രവേശിക്കാൻ, to win with to enter with faith. ജയത്തിന്റെ പ്രവേശനത്തെ ദൈവം കൽപ്പിക്കുന്നു. God is commanding an entry of ചിലരുടെ victory. മേൽ ജയത്തിന്റെ പ്രവേശനത്തെ, All upon some a victorious entry. ജയത്തിന്റെ പ്രവേശനത്തെ. A victorious entry. ഹല്ലേലൂയ. Hallelujah. അത് എന്നോടാണെന്നുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. If it's for you, receive it with faith. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവായ യേശു വന്നത് അതുവരെ കെട്ടപ്പെട്ട ഒന്നിനെ ഫ്രീ ആക്കിക്കൊണ്ടാ വരുന്നത്. Jesus is coming after freeing something that was tied up. ഹല്ലേലൂയ. Hallelujah. കെട്ടപ്പെട്ടതിനെ മുഴുവൻ ഫ്രീ ആക്കിക്കൊണ്ടാ കർത്താവായ യേശു കയറി വന്നത്. Jesus enters after freeing up something that was കർത്താവ് tied up. ആരോടും വസ്ത്രങ്ങളെ വിരിക്കാൻ പറഞ്ഞില്ല. He didn't tell anyone to spread their ചില്ലകൾ clothes, മുറിച്ചിടാൻ പറഞ്ഞില്ല. not to cut any branches. ഹോശന്ന പാടാൻ പറഞ്ഞില്ല. He didn't ask them to sing പക്ഷേ Hosanna. ജയത്തോടെ കയറി ചെന്നാൽ, But when he enters with faith, and ഹല്ലേലൂയ, victory, ഹല്ലേലൂയ, ജയത്തോടെ കയറി ചെന്നാൽ മഹത്വം വെളിപ്പെടും. but when you enter with victory, the glory is revealed. ജയത്തോടെ കയറി ചെന്നാൽ ഹല്ലേലൂയ സ്തുതികൾ ഉണ്ടാകും. When you enter with victory, there will be praises. ഹല്ലേലൂയ. ഇതിന് വലിയൊരു കാരണം, The one big reason for it, ഹല്ലേലൂയ, കർത്താവായ യേശു വരുന്ന ഇടത്തിന്റെ പ്രത്യേകതയാ. it's the speciality of the place where Jesus is ഈ entering. ദിവസങ്ങളിൽ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ജയം വെളിപ്പെടാൻ. In these days, when you enter, victory will be revealed. ഹല്ലേലൂയ. അത് ഏത് മേഖലയിലായാലും Whatever area it might നിങ്ങൾ be, ജയത്തോടെ ഒരിൽ പ്രവേശിക്കാൻ, to enter with victory, ജയത്തോടെ ഒരു കാര്യത്തിന്റെ അകത്ത് പ്രവേശിക്കാൻ, to enter with victory into it, ജയത്തോടെ ഒരു അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ. to enter into a blessing with victory. ഹല്ലേലൂയ. ജയം നടന്നത് യെരുശലേമിൽ അല്ല. The victory did not happen in Jerusalem. യെരുശലേമിൽ പ്രവേശിച്ചതേ ജയത്തോടെയാ. He entered already with victory into Jerusalem. ഹല്ലേലൂയ. പക്ഷേ ജയം വെളിപ്പെടുന്നത് എവിടെയാണെന്ന് അറിയാമോ? But you know where the victory എവിടെ? happens? യുദ്ധത്തിന്റെ മേഖലകൾ എവിടെയാണെന്ന് അറിയാമോ? Where are the areas of war? കർത്താവായ യേശു ഇറങ്ങി വന്നത് Jesus came down ഒലിവുമലയിൽ നിന്നാ. from the Mount of Olives. പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് ഇറങ്ങി വന്ന After sitting in prayer, അതുപോലെ അവൻ ഒലിവുമലയിൽ പോയി പ്രാർത്ഥിക്കും. as usual, he went and prayed at home. പ്രാർത്ഥനയിൽ നിന്ന് ഇറങ്ങി വരുന്നവന്റെ പ്രത്യേകത, The specialty of the one who comes after അവൻ prayer, ഓൾറെഡി ജയം എടുത്തോണ്ടാ വരുന്നത്. he comes with already
victorious. ഓൾറെഡി വിക്ടോറിയസ് ആയിട്ടാണ് എൻട്രി ചെയ്യുന്നത്. He enters with already being ഈ victorious. ദിവസങ്ങളിൽ നിങ്ങളെ ദൈവം പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ, In these days when God, നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളിലേക്ക് എൻട്രി ചെയ്താൽ, when you enter into something new these ഹല്ലേലൂയ, days, പ്രാർത്ഥനയോടെയാണ് കയറുന്നതെങ്കിൽ if you enter after prayer, നീ അവിടെ യുദ്ധത്തിനായി നിൽക്കേണ്ട ആവശ്യമില്ല. you don't have to stand for അവിടെ war. യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. You don't have to wage a അവിടെ war. ഓൾറെഡി ദൈവം ജയം കൽപ്പിച്ചിരിക്കുക. God has already commanded a victory ഓൾറെഡി there. ദൈവം ജയം കൽപ്പിച്ചിരിക്കുക. God has commanded a victory ഓ, there. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, Today if you believe, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ വെറുതെ ഇരിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നെങ്കിൽ, if you are with prayer, when you receive this പ്രാർത്ഥിച്ചുകൊണ്ട് word, ദൈവവചനത്തെ സ്വീകരിക്കുന്നെങ്കിൽ, if you receive this word with നീ prayer, ഈ പ്രാർത്ഥന കഴിഞ്ഞ, after this നീ prayer, മീറ്റിംഗ് കഴിഞ്ഞ, after this നീ meeting, ചിലയിടത്ത് ചെന്ന് കയറുമ്പോൾ when you enter some places, അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് കയറാമെന്നല്ല, not that you have to enter നീ with war, കയറുന്നതേ ജയത്തോടെ you ആയിരിക്കും. will be entering with നീ victory. കയറുന്നതേ ജയത്തോടെ You ആയിരിക്കും. will be entering with ഓ victory. റാബ ശാല കബ റബ ഷിയ കബ, നീ പല പ്രാവശ്യം പോയിട്ടുള്ള It മേഖലകളായിരിക്കാം. might be areas you have already അത് went നിന്റെ many ജോലി times. സ്ഥലമായിരിക്കാം, Might be your job. നിന്റെ വിദ്യാഭ്യാസ മേഖലയായിരിക്കാം, Might be your education. നിന്റെ കുടുംബ മേഖലകളായിരിക്കാം, Might be your family. തലമുറയുടെ കാര്യങ്ങളായിരിക്കാം, Might be things of your അല്ലെങ്കിൽ children. ആത്മീയ മേഖലകളായിരിക്കാം. Might be spiritual areas. എന്നും ചിലർ ചില മേഖലകളിൽ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക. Some people are always in war in some areas. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട ആ കാലം തൊട്ടേ ചില പാപത്തിന്റെ മേഖലകളിൽ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുക. After repentance and coming to faith, they are still ഇതുവരെ in. ജയം സംഭവിച്ചിട്ടില്ല. This victory has not happened. അല്ല, ശരിയല്ലേ? Isn't it true? ഹല്ലേലൂയ. Hallelujah. സ്നാനപ്പെടുന്നതിന്റെ മുമ്പുള്ള സ്വഭാവം ഇന്നും പോയിട്ടില്ലല്ലോ പലതും. Many of our characters before we were baptized, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. the wars are still going അന്നുള്ള on. അതേ പണക്കം, The same bitterness we have, അതേ അസൂയ, the same jealousy we അതേ have, ദേഷ്യം, the same anger, അതേ വൈരാഗ്യ മനസ്സ്. the same vengeance. ഹല്ലേലൂയ. പ്രാർത്ഥനയും കൂട്ടായ്മയൊക്കെ വരുമ്പോൾ ഒരു യുദ്ധം നടക്കും. When the prayer comes, there is a war. ഹല്ലേലൂയ. പിന്നെയും നമ്മൾ അവിടെ പോയി നമ്മൾ ജയിക്കാനുള്ള ശ്രമത്തിലാണ്. But again, going back, we are trying to win ourselves. പക്ഷെ ദൈവത്തിന്റെ കൂടെ ഇരുന്നാൽ, But you are walking with God. ഹല്ലേലൂയ, നീ പോയി യുദ്ധം ചെയ്യണ്ട. You don't have to go and war. ഹല്ലേലൂയ. കുറേ നാൾ കർത്താവ് യേശു പല പ്രാവശ്യം യെരൂശലേമിൽ പോയിട്ടുണ്ട്. Jesus has been many times to പക്ഷെ Jerusalem. ഈ പ്രാവശ്യം പോകുമ്പോൾ But when he went this time, യുദ്ധത്തിനായിട്ടല്ല, he went in, ഓൾറെഡി ജയിച്ച വ്യക്തിയായിട്ടാണ് കയറിയത്. he went in without ഈ പല പ്രാവശ്യം പോയിട്ടുള്ള in areas മേഖലകളായിരിക്കും, they have already went many times. ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ പല Many മേഖലകളായിരിക്കും, areas of your life. ഇതുവരെ തന്റെ മേലുള്ള അഭിഷേകം വെളിപ്പെടുത്താൻ കഴിയാത്ത മേഖലകളായിരിക്കാം, In areas where you have not been able to reveal the anointing. ഇത് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടിട്ടില്ലാത്ത ഏരിയകളായിരിക്കാം. In areas where the blessings of God has not been പക്ഷേ revealed. ഇന്ന് പകൽ വിശ്വാസത്തോടെ, But today with faith, ദൈവമേ അങ്ങ് എൻ്റെ കൂടെ ഇരിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ, with the prayer that God you be with me, ഹല്ലേലൂയ, നീ പ്രവേശിക്കാൻ if തയ്യാറാണെങ്കിൽ, you are ready to enter it. ഇനിയും ചില മേഖലകളിൽ പോയി യുദ്ധമല്ല. Now again, from now on, it's not war. അതുകൊണ്ട് തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നേ, That's why the word of God says, ദൈവത്തിന് കീഴ്പ്പെടുവീൻ, subdue to God പിശാചിനോട് എതിർത്ത് and നിൽപ്പീൻ. resist the devil. യുദ്ധം നടന്നില്ല, എതിർത്താ നിന്നാ മതി. The war has not happened. You just need to ദൈവത്തിന് resist. കീഴ്പ്പെട്ട് പിശാചിനോട് എതിർത്ത് നിന്നാ മതി. You just need to submit to God and resist അവൻ the devil. വിട്ടിട്ടോടും, He will flee. അവൻ വിട്ടിട്ടോടും. He will flee. ഹല്ലേലൂയ. അവിടെ യുദ്ധം നടക്കേണ്ട ആവശ്യമില്ല. No war needs to അവിടെ happen there. നടക്കേണ്ട ആവശ്യം ദൈവത്തിന് കീഴ്പ്പെടുക എന്നതാ. You just need to submit to ദൈവിക God. ആലോചനകൾക്ക് കീഴ്പ്പെടുക, Submit to the ദൈവിക directions of God. വചനത്തിന് കീഴ്പ്പെടുക, Submit to the word of God. ദൈവം തരുന്ന ദൈവിക നിയോഗങ്ങളിൽ കീഴ്പ്പെടുക. Submit to the directions of ഹല്ലേലൂയ. God. ദൈവത്തെ അനുസരിക്കുക, Obey God. ദൈവത്തോട് കൂടെ നിൽക്കുക, Be with God. ഹല്ലേലൂയ. എതിർത്ത് നിൽക്കാതെ, Without resisting. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കർത്താവിന്റെ അഭിഷക്തൻ എടുത്തതാ ഈ ഇസ്രായേൽ ജനം വന്നിട്ടെല്ലാം, That's why the people of Israel, അവർ ഈ മരുഭൂമിയിൽ കൂടെ കടന്നു വന്നിട്ടല്ല, after walking through the wilderness, ദൈവത്തിന് അവരിൽ പലരോടും പ്രസാദം തോന്നിയില്ല. God was not pleased with many of them. മന്ന കിട്ടുന്നുണ്ടോ? ഉണ്ട്. They are receiving the manna. കടപക്ഷി കിട്ടുകയോ? കിട്ടി. They are receiving the quail. ഹല്ലേലൂയ. മാറ മധുരമായി. The marrow became sweet. ഹല്ലേലൂയ. പാറ പുളർന്ന് വെള്ളം വന്നു, Water came out of the ആ rock. വെള്ളവും കുടിച്ചു. They drank the water. പക്ഷെ ദൈവത്തിന് അതിൽ പലരോടും പ്രസാദം But തോന്നിയില്ല. God was not pleased with many of them. ഹല്ലേലൂയ. നമ്മൾ കേട്ടതുപോലെ മരുഭൂമിയിൽ മന്ന കഴിക്കാനോ വെള്ളം കൊടുക്കാനോ അല്ല ദൈവത്തിന്റെ പദ്ധതി, നിന്നെ വാഗ്ദത്തത്തിൽ എത്തിക്കുക എന്നുള്ളതാ. Because God's plan is not to provide them food and water in the wilderness, but to take them to the promised land. ഹല്ലേലൂയ. അതിന്റെ അകത്ത് ഇതെല്ലാം സംഭവിച്ചു. All of this will happen there. ഇതെല്ലാം സംഭവിച്ചിട്ടും After all of this happening, ഹല്ലേലൂയ, ദൈവത്തിന് പലരോടും പ്രസാദം തോന്നിയില്ല. God was not pleased with many of them. അവർക്ക് ആ വാഗ്ദത്തത്തിന്റെ അകത്ത് കയറാൻ പറ്റിയില്ല. They couldn't enter into this promise. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന് കീഴ്പ്പെട്ടവരല്ല, But those who submitted to God,
ദൈവ ശബ്ദത്തിന് കീഴ്പ്പെട്ടവരെല്ലാം But those who submitted to the word of God, ഹല്ലേലൂയ ജയത്തോടെ വാഗ്ദത്തത്തിൽ they പ്രവേശിച്ചു. entered with victory into the promised land. ജയത്തോടെ വാഗ്ദത്തത്തിൽ പ്രവേശിച്ചു. They entered victoriously. ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ജയത്തോടെ പ്രവേശിക്കാനുള്ളതാണ്. These are the days to enter with റോസ്മേരി victory. സിസ്റ്ററിനോട് ദൈവാത്മാവ് ഇടപെടുന്നു. Spirit of God is speaking to Rosemary sister. ഹല്ലേലൂയ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചില മേഖലകളിൽ ജയത്തോടെ പ്രവേശിക്കാൻ You പോകുന്നു. are going to enter into some areas with victory. ഹല്ലേലൂയ സെപ്റ്റംബർ 28 എന്നൊരു ഡേറ്റ് ദൈവാത്മാവ് കാണിക്കുന്നു. Spirit of God is showing a date, September 28th. ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയൊരു ജയത്തിന്റെ ഹല്ലേലൂയ പ്രവേശനം വെളിപ്പെടും. A victorious entry from the Lord is going to വലിയൊരു be. ജയം നിങ്ങൾ അന്ന് അനുഭവിക്കുക. You will experience a great victory that day. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ If you are തയ്യാറായിക്കോ. ready to stand for God these days, ദൈവത്തോട് കൂടെ ഇരിക്കാൻ if you തയ്യാറായിക്കോ. are ready to sit with God these മറ്റ് days, എന്തൊക്കെ മാറിപ്പോയെന്ന് പറഞ്ഞാൽ, whatever else goes away, മറ്റെന്തിനൊക്കെ സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ, no matter you didn't get time for anything ദൈവ else, പ്രാർത്ഥനയിൽ ഇരിക്കാൻ സമയമെടുത്തോളാൻ. to set apart time to stand in prayer for God. ഹല്ലേലൂയ പല പ്രാവശ്യം കയറിയിട്ടും ജയിക്കാൻ പറ്റാത്ത മേഖലയിൽ, In areas where you have entered many times but not പല been പ്രാവശ്യം able to ട്രൈ win. ചെയ്തിട്ട് ജയിക്കാൻ പറ്റാത്ത മേഖലയിൽ, Even after trying a lot of times not able to ഹല്ലേലൂയ win. ഫ്രീ ആയി ദൈവത്തിന്റെ കൂടെ ഇരിക്കുക. Be freely with God. Be free. ഹല്ലേലൂയ ദൈവം വലിയൊരു ജയത്തെ നൽകാൻ പോകുന്നു. God is going to give a great വലിയൊരു victory. ജയത്തെ നൽകാൻ പോകുന്നു. God is going to give you a great ദൈവാത്മാവ് victory. 28 സെപ്റ്റംബർ 28 എന്നൊരു ഡേറ്റ് കാണിക്കുന്നു. September 28th, God is showing Yes, that date. ദൈവം എന്തൊക്കെയോ വലിയ കാര്യങ്ങളെ വെളിപ്പെടുത്താൻ പോകുന്നു. God is going to reveal some great things. ജയത്തോടെ എൻട്രി ചെയ്യുവാൻ, To enter with great ഓ victory. ജയത്തോടെ എൻട്രി To ചെയ്യുവാൻ, enter with victory. ഓ ജയത്തോടെ എൻട്രി To ചെയ്യുവാൻ, enter with victory. ഓ ഹല്ലേലൂയ ഇന്ന് പകൽ ഞാൻ ജയത്തോടെ Today with victory. ഇതുവരെ കേറാത്ത അഭിഷേകത്തിന്റെ തലങ്ങളിൽ, In levels of anointing. ശുശ്രൂഷയുടെ മേഖലകളിൽ Areas of ministry. ഇന്ന് പകൽ ഞാൻ ജയത്തോടെ Today with ഞാൻ victory. പലപ്പോഴും കേറിയ മേഖലയിൽ നിന്ന് In the areas I have entered many പിശാചിനെ times, വലിച്ചു നിലത്തിട്ടെങ്കിൽ the devil put me down. ഇനി പിശാചിന് തൊടാൻ കഴിയാത്ത In രീതിയിൽ a way the devil cannot touch anymore. പലപ്പോഴും ദൈവിക അഭിഷേകം പ്രാപിച്ചിട്ട്, After receiving the anointing many ദൈവിക times, സാന്നിധ്യം പ്രാപിച്ചിട്ട്, after receiving the presence of God, ഹല്ലേലൂയ ദൈവിക നന്മകൾ പ്രാപിച്ചിട്ട് after receiving His blessings, പലതിലും നിലനിൽക്കാൻ കഴിയാതെ, being unable to stand firm ഓ in it, അങ്ങനെയുള്ള ചിലരോട് ദൈവാത്മാവ് ഇടപെടുന്നു. the Spirit of God is speaking to some ദൈവിക people, അനുഗ്രഹങ്ങളിൽ നിലനിൽക്കാൻ കഴിയാതെ, being unable to remain in the blessings of God. ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ യുദ്ധം നടക്കുകയാണ്. Even when you are in the blessings, the wars are waging. നിലനിൽക്കാൻ പറ്റാത്ത മേഖലയിൽ Unable to stand firm in ഇന്ന് it. പകൽ നീ വിശ്വാസത്തിൽ പ്രവേശിച്ചാൽ, Today, if you enter with നീ faith, യേശുവിലുള്ള വിശ്വാസത്തിൽ, with the faith in Jesus, ഹല്ലേലൂയ ഓ അല്പനേരം ചിലരും പ്രാർത്ഥിച്ചേ, ഇങ്ങനെയുള്ളവർ ഒന്ന് പ്രാർത്ഥിച്ചേ, worship together for some പ്രാർത്ഥിച്ചേ, time. വിശ്വാസത്തോടൊന്ന് With പ്രാർത്ഥിച്ചേ, faith, pray for some time. and പറഞ്ഞ് pray. വാ കൊണ്ട് അത് ഏറ്റു പറഞ്ഞ്, Say it with your mouth. with all your tongue, With speak all it out, Speak it out with faith. speak it out. Speak it out. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന മേഖലകളെ In areas we are struggling, നിങ്ങളുടെ ആദരം കൊണ്ട് തന്നെ പറഞ്ഞേ, speak it with your tongue. എന്റെ യേശു എന്റെ കൂടെ ഉള്ളത് കൊണ്ട്, Because my Jesus is with യേശു me, എന്റെ കൂടെ ഉള്ളത് കൊണ്ട് Because Jesus is with ഞാൻ me, ജയത്തോടെ ഇന്ന് I will പ്രവേശിക്കാം. enter with ഞാൻ victory. ജയത്തോടെ ഇന്ന് I will പ്രവേശിക്കാം. enter today with ഞാൻ victory. ജയത്തോടെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. I am right now ഞാൻ entering with victory. പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് This moment I'm praying. ഇതുവരെയും നിലനിൽക്കാൻ കഴിയാത്ത ചില In മേഖലകളിൽ areas that I have not been ഞാൻ able to stand, ജയത്തോടെ പ്രവേശിക്കുന്നു എന്ന് I am entering with victory. നിങ്ങളുടെ വാ കൊണ്ട് ജീവനെ കൽപ്പിച്ചാൽ, If you speak life with your mouth, ജീവൻ വെളിപ്പെടുമെങ്കിൽ if life is revealed, വിശ്വാസത്തിൽ ഒന്ന് വിളിച്ചു പറഞ്ഞേ, if you speak it out with faith, ചുടമാനിയാ ധാരവശ്മിയാ തേരിയാ കമാലവ ശകലവ റിഖമാനിയാ തേരിയാ ശിയാ കമാലവ ധരവലവ. ഓ ഹല്ലേലൂയ, hallelujah. ഹല്ലേലൂയ. മോശ ഫറവോന്റെ മുമ്പിലേക്ക് പോയത്, When Moses went to the Pharaoh, മോശ എവിടെയും യുദ്ധം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്? have we seen Moses fighting a war anywhere? ഫറവോന്റെ കൂടെ പോയി യുദ്ധം ചെയ്യുന്ന കണ്ടോ? Have we seen Moses fighting with the Pharaoh in a war? ദൈവ ശബ്ദത്തിന് കീഴ്പ്പെട്ടപ്പോൾ മുതൽ When he submitted to the Lord, അവൻ ജയാളിയായിട്ടാ he പ്രവേശിച്ചത്. entered as a victorious person. ഹല്ലേലൂയ. ദൈവ ശബ്ദത്തിന് കീഴ്പ്പെട്ടപ്പോ, When he subdued to the word of God, ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നപ്പോ, when he stood in the words God said him, ആ സമയം മുതൽ from that time, മോശ ജയത്തോടെ പ്രവേശിച്ചത്. Moses entered with victory. ഹല്ലേലൂയ. ഫറവോന്റെ മുമ്പിൽ അതിധൈര്യത്തോടെ പോയി നിൽക്കുന്നത്. He stood in front of the Pharaoh with great courage. മോശ പോയി നിന്നത് പേടിച്ചു വിറച്ചവനെ പോലെയല്ല, Moses did not stand with one with fear. ഭയമുള്ളവനെ പോലെയല്ല. He didn't stand with fear. ഹല്ലേലൂയ. അവൻ ജയിച്ചവനെ പോലെയാ ഫറവോന്റെ മുമ്പിൽ നിന്നത്. He stood with one who has already won. ഹല്ലേലൂയ. ജയിച്ചവനെ പോലെയാ സംസാരിച്ചത്. He spoke as he had already won. ഹല്ലേലൂയ. അവൻ ജയിച്ചവനെ പോലെയാ പെരുമാറിയത്. He
He acted in a way he had already won. കാരണം അവൻ ഓൾറെഡി ജയിച്ചിട്ടാ വന്നിരിക്കുന്നത്. Because he has already won over it. ഹല്ലേലൂയ. അവന്റെ ജയം നടന്ന മേഖല The area where the victory happened. എപ്പോൾ ദൈവ ശബ്ദത്തിന് കീഴ്പ്പെട്ടോ, When he submitted to the word of എപ്പോൾ God. ദൈവ ഏൽപ്പിച്ച കാര്യങ്ങളെ ഏറ്റെടുത്തോ, When he took upon him the ആ things that God told സമയത്ത് him. ജയം സംഭവിച്ചു. At that moment the victory അവൻ happened. ചെങ്കടലിന്റെ മുമ്പിൽ പോയി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. He didn't have to fight a war in front of the ഫറവോന്റെ Red Sea. മുമ്പിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. He didn't have to fight a war in front of the Pharaoh. ഹല്ലേലൂയ. മന്ത്രവാദികളുടെ മുമ്പിൽ യുദ്ധത്തിന്റെ ആവശ്യമില്ല. Against the sorcerers he didn't have to fight a war. ഹല്ലേലൂയ. യുദ്ധം ജയിച്ചവനായി കയറി ചെന്നു. He entered us. He had already ഇന്ന് won the പകൽ war. ചിലരെ യുദ്ധം ജയിച്ചവരായി പ്രവേശിപ്പിക്കാൻ, Today to make you enter us, you have എന്ന് already won. ഭയത്തോടെ അല്ല, Not with fear. ജയിച്ചവൻ പ്രവേശിക്കുന്നത് ധൈര്യത്തോടെയാ. The one who has won enters with great courage. ഹല്ലേലൂയ. തോറ്റ വ്യക്തികളാ ഭയത്തോടെ പോകുന്നത്. The one who have lost enters with fear. ഹല്ലേലൂയ. വലിയ ജയമുള്ളവരായി, As people with great victory, ജയം പ്രാപിച്ചവരായി as people have, ഇന്ന് ചില മേഖലകളിൽ ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കാൻ പോകുന്നു. God is going to make us enter us ഓ with ഹല്ലേലൂയ. victory. ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, In this month of August, when you ദൈവാത്മാവ് enter, ഇടപെടുന്ന ഓഗസ്റ്റ് മാസത്തിൽ പ്രവേശിക്കുന്നത്, this month of August we ഹല്ലേലൂയ, enter. ഇനി ഒരു യുദ്ധം ചെയ്യാനായിട്ടല്ല, It's not to wage another war ഇനി ഒരു യുദ്ധം ചെയ്യാനല്ല. കഴിഞ്ഞ 7 മാസങ്ങളായി ഇത് യുദ്ധം ചെയ്ത മേഖലകളിൽ, in the areas where you fought for the last 7 months. ഹല്ലേലൂയ, അടുത്ത 8ാമത്തെ മാസത്തിൽ പ്രവേശിക്കുന്നത്, When you enter in the 8th month, 8ാം മാസത്തിൽ പ്രവേശിക്കുന്നത് when you enter in the 8th month, ജയത്തോടെയാ. will be as a victorious യുദ്ധത്തിന്റെ person. പീരീഡ് കഴിഞ്ഞു. The period of sorrow is over. കാരണം Because ജയാളിയായ ഒരുവൻ കൂടെ ഉള്ളതുകൊണ്ട്, the victorious one is അവൻ with you. സകല യുദ്ധങ്ങളെയും അവൻ ഏറ്റെടുത്തത് കൊണ്ട്, He has took upon every, അവൻ സകലത്തിന്മേൽ ജയം കൽപ്പിച്ചത് കൊണ്ട്, because he has commanded victory over ഓ everything. റബ ശല കബ റബ ഷിയ കബ ലബ റബ ജുഡമാനിയ ധേരിയ ഷിയ കബ ലബ ശറബ ലബ റബ റിഖമാനിയ ധോറബോഷ് പിയ ധേരിയ കബ ലബ ശബ ലബ. യെസ് ഇന്ന് പകൽ ചില യുദ്ധങ്ങളെ ജയിച്ചവരായി കയറുവാൻ, Today to enter us victorious ones. യുദ്ധങ്ങളെ ജയിച്ചവരായി To പ്രവേശിക്കാൻ, enter us victorious ഓ ones. യുദ്ധങ്ങളെ ജയിച്ചവരായി To enter us victorious ഓ ones. റബ ശല ധര കബ ലബ ശബ ലബ റബ ജുഡമാനിയ ധേരിയ ഷിയ കബ. വിപിനോട് ദൈവാത്മാവ് ഇടപെടുന്നു. Lord is speaking to മോനെ, ഈ Vipin. ദിവസങ്ങളിൽ നീ ഭയങ്കരമായി ദൈവസന്നിധി സറണ്ടർ ചെയ്തോ. You have to surrender to just the presence of God. അല്ലെങ്കിൽ ദൈവാത്മാവ് എന്നെ ഇങ്ങനെ ഒരു വിഷയം കാണിക്കുന്നു. Lord is showing me a vision. ഓഗസ്റ്റ് മാസം കഴിയുമ്പോഴത്തേക്ക് After the month of നീ August, എന്തോ വലിയൊരു ഭാരം ചുമക്കാൻ പറ്റാത്ത രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തിയെ പോലെ, in a way you'll be carrying a great burden with എന്തോ ഒരു വലിയ ചുമടെടുത്ത് നിന്റെ തലയിൽ വെച്ചിട്ട് a great weight is kept upon നിനക്ക് you. അതിന്റെ വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ In a way you cannot handle that weight. ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ Like a tired person, ദൈവാത്മാവ് ഒരു വിഷൻ God is കാണിക്കുന്നു. showing me a vision. പക്ഷെ നിന്റെ സകല ചുമടുകളെയും ചുമക്കുന്ന, But a one who carries all your സകല burdens, ഭാരങ്ങളെയും ചുമന്ന who carries all your ഒരു weight, യേശു കർത്താവുണ്ട്. there's a Jesus. നീ ആ യേശുവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തോ. If you surrender to that Jesus, ചെയ്താൽ if you surrender ഓഗസ്റ്റ് മാസം കഴിയുമ്പോൾ after the month of നീ August, ഭാരം ചുമക്കുന്നവനായിട്ടല്ല, not as a person നീ carrying, ഭയങ്കര ഫ്രീ ആയി നിൽക്കുന്ന ഒരു വ്യക്തിയായി, as a person who is very free, ഭയങ്കര ഫ്രീ ആയി, in a very free person, ഭയങ്കര ഫ്രീ ആയി നിൽക്കുന്ന ഒരു വ്യക്തിയെ as പോലെ. a person who is very free. യെസ് ഇന്ന് പകൽ നീ ഒന്ന് സമർപ്പിച്ച, Today if you submit, ഇന്ന് പകൽ ഒന്ന് സമർപ്പിച്ച, if you are ready to surrender നിന്റെ today, സകല സന്തോഷങ്ങളും, every happiness of you, നിന്റെ സകല ആഗ്രഹങ്ങളൊക്കെ all of your desires, കർത്താവിലോട്ട് തിരിക്കുന്ന ഒരു സമയത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുന്നു. God is going to take you in a time where he turns all of it to the Lord, നീ പോലും അറിയാതെ നിന്നെ തിരിക്കുന്ന ഒരു സമയത്തിലേക്ക്. without you even knowing your time of turning, ഹല്ലേലൂയ. മറ്റുള്ളതിലൊന്നും നിനക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയാതെ without finding any happiness in any every other thing. യേശുവിലേക്ക് നിന്റെ സന്തോഷം തിരിയുന്ന, When your joy turns to Jesus, യേശുവിലേക്ക് നിന്റെ സകല സന്തോഷം തിരിയുന്ന, all the happiness turns ഓ to ഇന്ന് Jesus. പകൽ നീ ഒന്ന് സറണ്ടർ ചെയ്താ, Today if you surrender to Jesus, ഹല്ലേലൂയ, യേശുവേ കർത്താവേ എന്നൊന്ന് വിളിച്ചാൽ, if you call Jesus my Lord, ഓ ചിലത് ദൈവം തിരിക്കാൻ പോകുന്നു. God is going to turn something. ചില മേഖലകളെ ദൈവം തിരിക്കാൻ പോകുന്നു. God is going to turn something ജയത്തോടെ പ്രവേശിക്കാൻ, to enter with victory, ജയത്തോടെ to പ്രവേശിക്കാൻ. enter with victory. Yes, hallelujah. 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 ദൈവ ശബ്ദത്തിന് കീഴ്പ്പെട്ടാൽ When you surrender to the word നീ of God, ജയത്തോടെ പ്രവേശിക്കാം. you will enter with victory. ചെങ്കടൽ നിന്റെ മുമ്പിൽ വരുന്നത്, The Red Sea comes in front of you. മോശെ ജയിച്ച നിനക്ക് യുദ്ധം ചെയ്യാനല്ല, It's not for Moses to wage a war. ഹല്ലേലൂയ, നിന്റെ പിന്നാലെ വരുന്നവനെ മുക്കിക്കളയാനുള്ളതാ. It's for to drown the one coming ഹല്ലേലൂയ, behind ജയിച്ച you. നിന്റെ മുമ്പിൽ ചെങ്കടൽ
മാറിപ്പോകാം. In front of the victorious one, the Red Sea is split. ഹല്ലേലൂയ. പക്ഷേ നിന്റെ യുദ്ധം ദൈവം ഏറ്റെടുക്കും. But the Lord will take upon the war for ഹല്ലേലൂയ. you. നിന്റെ പിന്നാലെ വരുന്ന ഫറവോനോട് നീ യുദ്ധം ചെയ്യണ്ട. You don't have to fight the Pharaoh കാരണം നീ coming. ഓൾറെഡി ജയിച്ചവനാ. Because you have already നീ won. ഓൾറെഡി ജയിച്ചവനാ. You have already won. നിന്നെ വിഴുങ്ങുമെന്ന് നീ വിചാരിക്കുന്ന The thing that ഇതേ ചെങ്കടൽ ആ ഫറവോനോട് യുദ്ധം ചെയ്തോളാം. the same Red Sea will fight the Pharaoh coming after you. ഹല്ലേലൂയ. നിന്നെ മുടിച്ചു കളയുമെന്ന് പറഞ്ഞു വരുന്ന ശത്രുവിനോട് The enemy coming and saying he നീ will destroy ഫൈറ്റ് you. ചെയ്യണ്ട. You don't have to fight. നീ ദൈവത്തിന്റെ വാക്കിന് കീഴ്പ്പെട്ടാ മതി. You just need to surrender to the word of പിന്നാലെ God. വരുന്നവനെ The one coming behind you. ഹല്ലേലൂയ. ഇതേ ചെങ്കടൽ The same Red Sea. ഓ ഇന്ന് പകൽ യെസ് ദൈവ ശബ്ദത്തെ ആരംഭം മുതൽ കേട്ടതുപോലെ Today, as we heard from today's beginning, ചില ചെങ്കടലുകൾ some Red Seas, ചില യോർദാനുകൾ some Jordans, നിന്നെ തകർക്കാനുള്ളതല്ല, is not to destroy നിന്നെ you. ജയത്തോടെ പ്രവേശിപ്പിക്കാനുള്ളതാണ്. is to make you enter with നിന്നെ victory. ജയത്തോടെ Is പ്രവേശിപ്പിക്കാനുള്ളതാണ്. to enter you with ഈ victory. ചെങ്കടൽ നിന്നെ ജയത്തോടെ പ്രവേശിപ്പിക്കുന്നതാ. This Red Sea is to make you enter, യുദ്ധം ചെയ്യാനായിട്ടല്ല, യുദ്ധത്തിനായിട്ടുള്ള ശത്രുവിനെ തോൽപ്പിച്ച് not to wage a war, but പിന്നിലെറിഞ്ഞു കളഞ്ഞ to destroy the enemy ഹല്ലേലൂയ. ഭയം കൂടാതെ, without any fear. ഭയം കൂടാതെ ജയത്തോടെ പ്രവേശിപ്പിക്കുന്ന Victorious without any ഓ fear. റാബ ശാല തറ കബാല ബശബാല റിഖമാനിയ തേരിയ ഷിയ കബാല ബതറബാല. യുദ്ധങ്ങൾക്ക് മുമ്പേ തന്നെ Before any war, ജയത്തെ കൽപ്പിക്കുന്ന ദൈവം, the God who commands ഇത് victory. പകൽ ആ കർത്താവ് ഇവിടെ ഉണ്ട്. That's the Lord is here ചിലർ today. ഓഗസ്റ്റ് മാസത്തിലേക്ക് പ്രവേശിക്കുന്നത് Some entering this month of August ഹല്ലേലൂയ ജയം ഏറ്റെടുത്തുകൊണ്ടാ, will be after receiving ജയം this victory. ഏറ്റെടുത്തുകൊണ്ടാ Will be after receiving the victory ജയാളിയായി പ്രവേശിപ്പിക്കുന്ന to enter as a victorious person. ഹല്ലേലൂയ. കർത്താവായ യേശു കാൽവറിയിൽ മരിച്ചപ്പോൾ When Jesus died on the cross, എല്ലാരും വിചാരിച്ചു തീർന്നു. everyone thought it was finished. ഹല്ലേലൂയ. എല്ലാരും വിചാരിച്ചു തീർന്നു. Everyone thought it was finished. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് ജയാളിയായിട്ടാണ് നിൽക്കുന്നത്. But Jesus was a victorious person there. ഹല്ലേലൂയ. ആ കർത്താവായ യേശു പാതാള ഗോപുരത്തിലേക്ക് ഇറങ്ങി ചെന്നു. Jesus went down to the Hades. അവിടെ യുദ്ധമൊന്നും നടന്നില്ല. There was no war there. ഹല്ലേലൂയ. കർത്താവ് നേരെ പോയി പാതാളത്തിന്റെയും Jesus went and took മരണത്തിന്റെയും the death, താക്കോൽ പിടിച്ചെടുത്തു. the keys of death and Hades he took away. യുദ്ധം നടന്നില്ല. There was no war കാരണം കർത്താവ് ഇറങ്ങി ചെന്നതേ because Jesus went down ജയാളിയായിട്ടാ. as a victorious കർത്താവ് person. ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പേ Before he went down, പിശാചിന്റെ തലയെ കാൽവറിയിൽ തകർത്തു. he crushed the head of Satan on cross. ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും The powers and principalities ആയുധവർഗം വെപ്പിച്ചു. was put to lay their weapons ഓൾറെഡി down. യുദ്ധം അവസാനിപ്പിച്ച The war ജയാളിയായി, as a victorious person. ജയാളിയായി. As a victorious ചിലരോട് person. ദൈവാത്മാവ് ഇങ്ങനെ ഒരു ദൂതടപെടുന്നു. The Spirit of God is saying to some നീ people, ഇറങ്ങി ചെല്ലുന്നത് ചിലതിനെ പിടിച്ചെടുക്കാനാ. you are going down നീ to അവിടെ പോയി capture യുദ്ധം something. ചെയ്തിട്ടല്ല, നിന്റെ അവകാശത്തെ നീ എടുത്താ മതി. You don't need to fight a war. You കാരണം just- യുദ്ധം ഓൾറെഡി ജയിച്ചെന്ന് Because the war has already been won. മൈക്കിൾ ഹല്ലേലൂയ. To Michael, brother, ഓ ഈ ദിവസങ്ങളിൽ ചില താക്കോലുകൾ in these days some keys നിന്റെ കയ്യിലേക്ക് കൈമാറാൻ to hand over to your ഓ hands. റാബ ശാല തറ കബാല ബശ്യാ തറ ബബോഷ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ അധിക സമയം ഇരിക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. The Spirit of God is asking you to sit in prayer for more time these days. ഹല്ലേലൂയ. സിംഹത്തിന്റെ ഗുഹയിൽ ഇറങ്ങിയ The God who entered the den of the lion, ദാനിയേലിന് പിന്നെ യുദ്ധമില്ല. Daniel has no more war അവൻ there. ഓൾറെഡി ഈ പ്രാർത്ഥനയിൽ യുദ്ധം ജയിച്ചിട്ടാ ഇറങ്ങിയത്. He has already won that war in his അവിടെ prayer. സിംഹത്തിന് വാ തുറക്കാൻ ഒക്കത്തില്ല. There the lion cannot open his അവിടെ mouth. ദാനിയേൽ നിലവിളിച്ചില്ല, Daniel did not cry കളം out. വെച്ചില്ല. He didn't wail out ഓൾറെഡി യുദ്ധം ജയിച്ചിട്ട് വന്നവനാ. because he has already won ഇതുപോലെ the ഈ war. ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഇരുന്നോളാം. In the same manner you have to ഇതൊക്കെ sit in ചില prayer. താക്കോലുകൾ ലഭിക്കാൻ പോകുന്നു. You will be receiving some ചില keys. താക്കോലുകൾ ലഭിക്കാൻ പോകുന്നു. You will be receiving some keys. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞ The one who blocked the answer to the prayer of Daniel, പ്രഭുവിനോട് the spirit of Persian spirit. ദാനിയേൽ യുദ്ധം ചെയ്തില്ല. Daniel did not fight a war, ഹല്ലേലൂയ. പക്ഷെ അവന് വേണ്ടി മിഖായേൽ ഇറങ്ങി വന്നു. but for him angel Michael came down. ഓ ദൈവിക ദൂതൻ ഇറങ്ങി വന്നു. The angel of the Lord came നിങ്ങൾ down. പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ When you sit in prayer, നിങ്ങളുമായി ബന്ധപ്പെട്ട ചിലർക്ക് വേണ്ടി related to some people related to you, ചിലർ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ in some things that they have been praying, ഹല്ലേലൂയ അതിന്റെ മറുപടിയായി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങാൻ പോകുന്നത്. the angels of the Lord are going to descend ഈ for എന്ന that, ലെറ്ററുമായി കണക്ട് ആയി ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. to pray for someone connected with the letter E.
D. D എന്ന ലെറ്ററുമായി ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, Someone with connected to the letter D. നിങ്ങളുമായി ബന്ധപ്പെട്ട ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, To pray for someone നിങ്ങൾ related to you. പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിഷയങ്ങളുടെ അകത്ത് മറുപടി ലഭിക്കാൻ പോകുന്നു. When you pray, their prayers are going to be answered. പ്രാർത്ഥനയുടെ ഒരു താക്കോൽ ദൈവം നിങ്ങളെ ഏൽപ്പിക്കാൻ God is പോകുന്നു. going to hand over a key of prayer to നിങ്ങൾ you. പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ When സംഭവിക്കും. you pray, miracles will നിങ്ങൾ happen. പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിടുതൽ ലഭിക്കും. When you pray, others will be നിങ്ങൾ delivered. പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലത്തിന്റെ വാതിലുകൾ തുറക്കാം. When you pray, spiritual നിങ്ങൾ realms will be പ്രാർത്ഥിക്കുമ്പോൾ opened. ഏഞ്ചലിക്കൽ വിസിറ്റേഷനുകൾ When you ചിലർക്കുണ്ടാകാം. pray, angelical visitations will happen to some people. ചിലരെ പുറത്തെടുക്കാനുള്ള To take out some എന്തോ people. ഒരു ദൈവിക നിയോഗത്തെ നിങ്ങളുടെ കയ്യിലേക്ക് ദൈവം ഏൽപ്പിക്കുന്നു. Some heavenly directions. ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ When Daniel sat in prayer, ഇസ്രായേലിന്റെ അടിമത്തത്തെ ബ്രേക്ക് ചെയ്യുന്ന വിടുതലിന്റെ Israel's bondage was freed up. ഹല്ലേലൂയ. ബന്ധനങ്ങളെ അഴിക്കുന്ന, അടിമത്തത്വങ്ങളെ അവസാനിപ്പിക്കുന്ന The slavery was broken up. ദൈവാത്മാവ് അങ്ങനെ നിങ്ങളുമായി റിലേറ്റഡ് ആയ ഭയങ്കര ബന്ധനത്തിൽ കിടക്കുന്ന ചിലരുണ്ട്. Someone related to you who are in great bondage. അവർ നാളുകളായി വിടുതലിനായി ആഗ്രഹിക്കുന്നുണ്ട്. They've been desiring for a deliverance for so long. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. And they're also praying, പക്ഷെ വിടുതൽ but സംഭവിക്കുന്നില്ല. they're not seeing the deliverance. ഹല്ലേലൂയ. അവർക്ക് തന്നെ അവരുടെ പ്രാർത്ഥനയിൽ സംശയങ്ങളാണ്. And they are doubting their own prayer. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇല്ലയോ എന്ന് വരെ ചോദിക്കുന്ന മേഖലയിൽ They ask, isn't there a God who hears my prayer? ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നു, The Spirit of God is saying, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ കിടക്കുമ്പോൾ when the Israel were in the bondage, അവർക്ക് തന്നെ ചോദ്യമുണ്ട്, ഞങ്ങളുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലയോ? they themselves question, isn't our God listening to our prayers? പക്ഷെ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനുണ്ട്. But there is a man of prayer. ആ മനുഷ്യനറിയ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചിരിക്കാം. But he knows that my prayers will be answered. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടികൾ ലഭിച്ചിരിക്കാം. My prayers will be answered. He knows. ഹല്ലേലൂയ. ഇതുപോലെ നിങ്ങളെ ദൈവം കാണുന്നു. God is seeing you in the same manner. ഇതുപോലെ ദൈവം നിങ്ങളെ കാണുന്നു. God is seeing you in the same manner. ഹല്ലേലൂയ. നിങ്ങളോട് ഒരുപാട് പേർ പ്രാർത്ഥന ആവശ്യപ്പെടാൻ പോകുന്നു. Many are going to ask you ഒരു request you for പുതിയൊരു prayer. ശുശ്രൂഷ നിങ്ങളുടെ മേൽ ദൈവം തുറക്കാൻ പോകുന്നു. God is going to open this ministry upon you. യെസ്. നിങ്ങളുടെ മുമ്പിൽ അനേകർ വന്ന് നിൽക്കുന്നത് കാണുന്നു. God is showing many are going to stand in front of you. നിങ്ങൾ ആരംഭത്തിൽ ചിലർക്ക് വേണ്ടി നിങ്ങളുടെ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കും. In the beginning you will pray for some in your room. എന്നാൽ കുറച്ച് നാളുകൾക്ക് കഴിയുമ്പോൾ But after some time, ഹല്ലേലൂയ, ജനം നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നു. people are going to come in front of you. നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോഴേ വിടുതൽ സംഭവിക്കും. When you pray one word, the deliverance വലിയ will happen. പ്രാർത്ഥനയുടെ ഒരു താക്കോൽ. A key of prayer. വലിയ പ്രാർത്ഥനയുടെ ഒരു A താക്കോൽ. big key of prayer. ഒരു വലിയ ദൈവത്തിന്റെ പ്രാർത്ഥനാ മനുഷ്യനായി. As a man of prayer. ഹല്ലേലൂയ. ജയത്തിന്റെ പ്രാർത്ഥനാ മനുഷ്യൻ. A victorious man of ഹല്ലേലൂയ. prayer. അനേക പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടക്കാതെ തോറ്റു നിൽക്കുമ്പോൾ In areas where many have prayed and not ഹല്ലേലൂയ, seen the നിങ്ങൾ answer, പ്രാർത്ഥനയിൽ ജയത്തോടെ പ്രവേശിക്കാൻ പോകുന്നു. you are going to enter into prayer with victory. നിങ്ങൾ പ്രാർത്ഥന ജയത്തോടെ പ്രവേശിക്കാൻ പോകുന്നു. With prayer you are going to enter with ഹല്ലേലൂയ. victory. ഒരു ഏലിയാവുണ്ട്. There is an Elijah. ഹല്ലേലൂയ. ഏലിയാവ് പ്രാർത്ഥിക്കാൻ വന്നു നിന്നാൽ When Elijah comes to pray, ഹല്ലേലൂയ, ബാലിന്റെ പ്രവാചകന്മാർ 450 പേർ നിന്ന് പ്രാർത്ഥിച്ചു. the 450 prophets of Elijah of Baal came and അവർ prayed. രാവിലെ മുതൽ നിന്ന് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. They've been praying from the morning ഹല്ലേലൂയ. അവർക്ക് ഒരു മറുപടി and വരുന്നില്ല. they didn't get any answer. പക്ഷേ ഏലിയാവ് ചെന്ന് നിന്നിട്ട് പറഞ്ഞു, But Elijah came and said, അബ്രഹാമിന്റെ ദൈവമേ, the God of Abraham, ഈസഹാക്കിന്റെ ദൈവമേ, God of Isaac, ഇസ്രായേലിന്റെ ദൈവമേ, God of Israel, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി താ. you answer my prayer. പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പ് Before he finished his prayer, ദൈവത്തിന്റെ തീ the fire of ഓ God ഏലിയാവിന്റെ യാഗപീഠത്തിൽ ഇറങ്ങിയതുപോലെ came upon the ഓ ഇന്ന് പകൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അറ്റ്മോസ്ഫിയർ, today an atmosphere of ഒരു prayer, പ്രാർത്ഥനയുടെ അധികാരത്തെ, an authority of ഒരു prayer, പ്രാർത്ഥനയുടെ ജയത്തെ, and victory of prayer. പ്രാർത്ഥനയിൽ ജയപ്രവേശനം നടത്താൻ To enter with the ഇന്ന് victory through പകൽ prayer. ചിലരെ ദൈവം തിരഞ്ഞെടുക്കുന്നു. God is selecting some people. ചിലരെ തിരഞ്ഞെടുക്കുന്നു. God is choosing some ഓ people. റാബ ശാല കബ റബ ശിയ കബല. ഓ യെസ്, ഇത് പറ്റത്തില്ല. പ്രാർത്ഥിച്ചു. This is not enough. ശബ്ദമുയർത്തി Pray. പ്രാർത്ഥിച്ചു. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു. Open your mouth and pray. ദൈവം ഇങ്ങനൊക്കെ ദൂത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അന്നേരം ചാടിക്കേറി അത് പ്രാർത്ഥിച്ചോണം. When God's നവംബർ മാസത്തിൽ മകന്റെ കാര്യങ്ങളിൽ ദൈവം സെറ്റിൽമെന്റ് ചെയ്യാൻ God പോകുന്നു. is going to bring settlements in the month of November. നവംബർ മാസം കഴിയുന്നതിന് മുമ്പ് Before the month of November ends, മകന്റെ ജീവിതത്തിന്റെ ഫ്യൂച്ചർ വിഷയത്തിൽ in the future issue, ദൈവത്തിന്റെ സെറ്റിൽമെന്റ് ഉണ്ടാകും. God's settlement will happen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഓ പ്രാർത്ഥിച്ച് Pray.
ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു. Raise your voice and pray to God. 450. ബാലിന്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ച ഊമനായ ദൈവത്തെ അല്ല. Not the deaf God, the 450 prophets of God prayed. ഏലിയാവ് പ്രാർത്ഥിച്ച ജീവനുള്ള, Elijah prayed to a living പ്രാർത്ഥനയ്ക്ക് God. മറുപടി തരുന്ന A God who answers prayers. ദൈവത്തോടാ പ്രാർത്ഥിക്കുന്നെങ്കിൽ, He prayed to a living ഇന്ന് God. നിങ്ങൾ ജീവനുള്ള ദൈവത്തോടാ പ്രാർത്ഥിക്കുന്നെങ്കിൽ, You are praying today to a living God. ഹല്ലേലൂയ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി, The answer to your prayer. ഓ ജയത്തിന്റെ മറുപടി, A victorious answer. ജയത്തിന്റെ മറുപടി. Answer of victory. Hallelujah. Hallelujah. ദൈവത്തിന്റെ ശബ്ദം കേട്ട ഏലിയാവ്, Elijah who listened to the word of God. ദൈവത്തെ അനുസരിച്ച ഏലിയാവ്, The Elijah who obeyed God. ദൈവം പറയുന്നതിനെ മടി കൂടാതെ പറയുന്ന ഏലിയാവ്, Elijah who proclaims whatever he hears from God. ഹല്ലേലൂയ. 7000 ബാലിന് മുട്ടുമടക്കാത്ത പ്രവാചകന്മാരുണ്ട്. There are 7,000 prophets who did not bend down to Baal. ബാലിന് മുട്ടുമടക്കിയില്ല എന്നുള്ളതേ ഉള്ളൂ അവരുടെ പ്രത്യേകത. Their only specialty is they didn't bow down to Baal, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ, but to bow down to God. ഹല്ലേലൂയ, ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്ന ഒറ്റ പ്രവാചകനേ ഉള്ളൂ. There is only one prophet who bowed down to the word of God. ഹല്ലേലൂയ. മറ്റേ 7000 പേർ ബാലിന് മുട്ടുമടക്കുന്നില്ല, ശരിയാ. The rest 7,000 didn't bow down to പക്ഷെ Baal, ദൈവ ശബ്ദത്തിന് മുട്ടുമടക്കുന്ന പ്രവാചകൻ, but the prophet who bowed down to the word of ഹല്ലേലൂയ, God, പ്രാർത്ഥിച്ചാൽ when he prays, അവന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ തീയിറങ്ങും. in his prayer the fire of God will അവന്റെ come down. പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. His prayer will be ഓ, answered. അനേകർ അങ്ങനെ ഉണ്ട്. There are many like that. ഞങ്ങൾ പിശാചിന്റെ ഒന്നും ചെയ്യുന്നില്ല, We don't do anything of the devil, ദൈവത്തെ അനുസരിക്കുന്നുമില്ല. but we do not obey God. ഹല്ലേലൂയ. ഞങ്ങൾ ലോകക്കാരെ പോലെ നടക്കുന്നില്ല. We do not walk like the people of the world. ഞങ്ങള് ദൈവത്തിന്റെ മക്കൾ തന്നെയാ. We are the children of God, പക്ഷെ ദൈവം പറയുന്ന എല്ലാം അനുസരിക്കത്തില്ല. but we do not obey everything God says. ഹല്ലേലൂയ. Hallelujah. പക്ഷെ ദൈവം പറയുന്ന സകലത്തെ അനുസരിക്കുന്നവനെ But the one who obeys everything God says, ഒറ്റ പ്രാർത്ഥന മതി. a single prayer, ജയം വെളിപ്പെടാ, the victory will be revealed. ജയം വെളിപ്പെടാ. Victory will be revealed. ഹല്ലേലൂയ. ദൈവം ഒരു പീരീഡ് ഏലിയാവിനെ ഒന്ന് മറച്ചു വെച്ചു. God hid Elijah for some time ഹല്ലേലൂയ. പ്രാർത്ഥനയിലിരുത്തി. and made him sit in prayer. എന്തിനാണെന്നറിയാമോ? You know for why? ഒരു ജയത്തോട് അടുത്തൊരു പ്രവേശനം കൊടുക്കാൻ, To give him an entrance with victory. ജയത്തോട് ഒരു പ്രവേശനം നൽകാൻ. To give him an entry ഓ with victory. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് കുറച്ചു നാൾ മറഞ്ഞിരുന്നെങ്കിൽ, If in your life some things were hidden for some time, മറഞ്ഞിരുന്നെങ്കിൽ, if it was hidden, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ മറഞ്ഞിരുന്നെങ്കിൽ, if your blessings were hidden, ഹല്ലേലൂയ, നിങ്ങളുടെ വിടുതലുകൾ മറഞ്ഞിരുന്നെങ്കിൽ, if your deliverances were hidden, ഹല്ലേലൂയ, മറച്ചു വെച്ചതാ it was hidden. നിങ്ങളെ തകർത്ത് കളയാനല്ല, It is not to destroy you. ആ പീരീഡുകളിൽ ദൈവത്തോട് കൂടെ ഇരിക്കാൻ, In those times to sit with ആ God, പീരീഡുകൾ ദൈവത്തോട് കൂടെ ഇരിക്കാൻ, to sit with God in ആ those times. പീരീഡുകൾ നിങ്ങൾ ദൈവത്തോട് കൂടെ ഇരുന്നാൽ, If you sit with God in those times, ഹല്ലേലൂയ, ദൈവം വെളിപ്പെടുത്തുമ്പോൾ when God reveals, യുദ്ധത്തിനായിട്ടല്ല, Not for war. യുദ്ധം ജയിച്ച as a വ്യക്തിയായിട്ടായിരിക്കാം, one who won over the war, യുദ്ധം ജയിച്ച വ്യക്തിയായിട്ടായിരിക്കാം. as a victorious person. ഏലിയാവിനെ കാണാതെ വന്നു. Elijah was not seen. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഒബദ്യാവ് വന്നിട്ട് ഏലിയാവിനോട് പറയുകയാണ്, ഞങ്ങളുടെ ആഹാബ് രാജാവ് Obadiah came to Elijah and said, our king Ahab, സകല രാജ്യങ്ങളിലും ആളിനെ വിട്ട് നിന്നെ അന്വേഷിച്ചു. in every nation he searched for you. സകല ജനത്തിന്റെ ഇടയിലും ആളിനെ വിട്ട് നിന്നെ അന്വേഷിപ്പിച്ചു. He searched for in the midst of every നിന്നെ people, കാണാൻ കിട്ടിയില്ല. and he couldn't find you. ഹല്ലേലൂയ. ചിലർ അങ്ങനെയാ. Some people are like that. ലോകക്കാരും ശത്രു അന്വേഷിച്ച് നടന്ന കാണാൻ കിട്ടത്തില്ല. If the enemy comes searching, you will not be found. ഹല്ലേലൂയ. പക്ഷെ വിധവയുടെ ഭവനത്തിൽ ഏലിയാവ് വെളിപ്പെട്ടു. But in the house of the widow, Elijah was found. ഹല്ലേലൂയ. ഞങ്ങളുടെ രാജാവ് സകലയിടത്തും അന്വേഷിച്ചു. The king searched everywhere. ഹല്ലേലൂയ. അവസാനം നിന്നെ കാണാതെ വന്നിട്ട് Without finding ഈ you, ജനത്തെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു, അവരാരും നിന്നെ കണ്ടിട്ടില്ലെന്ന്. he made the people promise that they didn't see him. എന്നാൽ അവർക്ക് ആർക്കും കാണാൻ പറ്റിയില്ല. They couldn't find him. ഹല്ലേലൂയ. ശത്രുവിനെ കാണാൻ The പറ്റിയില്ല. enemy could not find him. പക്ഷേ ഇപ്പോൾ But now ഏലിയ വന്നിട്ട് പറയുക, Elijah comes and says, നീ ആഹാബിനോട് പോയി പറയണം, you go and tell Ahab, ഇസ്രായേലിന്റെ സകല ജനത്തെയും കർമ്മേലിൽ കൂട്ടിക്കൊണ്ടുവാ. bring all the people of Israel to the Mount Carmel. ഹല്ലേലൂയ. ബാലിന്റെ പ്രവാചകന്മാർ 450 പേരെയും കർമ്മേലിലേക്ക് കൊണ്ടുവാ. Bring the 450 prophets of Baal to the Mount of Carmel. ഈസബേലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന 400 അശേരയുടെ പ്രവാചകന്മാരുണ്ട്. There are 400 prophets of Asherah. അവന്മാരെ കൂട്ടിക്കൊണ്ടുവാ. Bring them also. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? You know for why? ഇതുവരെ മറഞ്ഞിരുന്നവൻ വെളിപ്പെട്ടിട്ട് പറയുക, The one who was hidden now is revealed and says, എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവാ. bring everyone.
അതിൻ്റെ അകത്ത് ഇസബേലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവരെ പോലും കൂട്ടിക്കൊണ്ടുപോവാ. Even bring the ones who eat on the table of Jezebel. എന്ന് വെച്ചാൽ ഇസബേലിൻ്റെയും ബാലിൻ്റെയും ആഹാബിൻ്റെ ഒക്കെ തന്ത്രങ്ങളിൽ ദൈവമേതാ ബാലേതെന്ന് തിരിച്ചറിയാതെ എന്താ കൺഫ്യൂഷനിലായവരെയും കൊണ്ടുപോവാ. Even bring the ones who are confused who is God, is Jehovah or Baal the God. ബാലിന്റെ പ്രവാചകന്മാരെയും കൊണ്ടുപോവാ. Bring the prophets of Baal. സകല ദൈവത്തിന്റെ ജനത്തെ തെറ്റിച്ച് കളയുന്ന ഇസബേലിനെ അവളുടെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന പ്രവാചകന്മാരെയും കൊണ്ടുപോവാ. Bring the ones who eat from the table of Jezebel who is confusing all the people. ഹല്ലേലൂയ. ചിലത് വെളിപ്പെടുത്താനുണ്ട്. To reveal something. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് ഇങ്ങനെ ചിലരെ ആവശ്യമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഇവിടെ God today needs some people like that. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ചിലരെ Some people like that. ഇങ്ങനെ ചിലരെ ആവശ്യമുണ്ടെന്ന്. God needs some people like that. ദൈവത്തെ വെളിപ്പെടുത്തുന്ന ചിലരെ ആവശ്യമുണ്ട്. To reveal God, some people like that. ജയത്തെ വെളിപ്പെടുത്തുന്ന ചിലരെ ആവശ്യമുണ്ട്. To reveal the victory. ഹല്ലേലൂയ. ഈ ഒരു കാലഘട്ടത്തിൽ In these times, അനേകർ പറയുന്ന കാര്യമാണ്. many people say, അനേക ശുശ്രൂഷകർ തന്നെയാ പറയുന്നത്, even many ministers say, ആ ഉണർവ് തെറ്റാണ്, that revival is ഈ wrong. പ്രവചനങ്ങൾ തെറ്റാണ്, ആ പ്രവാചകന്മാർ തെറ്റാണ്. These prophecies and prophets are wrong. ഇങ്ങനെയല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. This is not how the Holy Spirit moves. ഹല്ലേലൂയ. പക്ഷേ എങ്ങനെയാണെന്നെങ്കിൽ നീ ഒന്ന് തെളിയിക്ക്. But then you prove how the Holy Spirit moves. ഹല്ലേലൂയ. അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് പറയാനല്ല ദൈവം വിളിച്ചത്. God has not called you to say this is that wrong and that is wrong. ചിലപ്പോൾ 7000 പേര് അവിടെ ഇരുന്ന് ഇതൊക്കെ പറയുന്നുണ്ടായിരിക്കും. There are 7,000 who are saying like പക്ഷേ this. ദൈവത്തെ കീഴ്പ്പെടുന്ന, But one who subdues to Lord, ശബ്ദത്തെ അനുസരിക്കുന്ന, one who obeys the word of God, ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയ പറയാ, നിങ്ങൾ കൊണ്ടുവാ, ഞാൻ തെളിയിച്ചു തരാം. he says, bring them, I will prove. ഹല്ലേലൂയ. കർത്താവായ യേശു ഇതല്ലേ പറഞ്ഞത്? Didn't Jesus say the same thing? കർത്താവ് അങ്ങനെയായിരുന്നു, കർത്താവ് ഇങ്ങനെയായിരുന്നു. ഇത് പറയുന്നവരല്ല, എൻ്റെ സാക്ഷികളെ എനിക്ക് ആവശ്യം. He said, I need my witnesses. ഹല്ലേലൂയ. എൻ്റെ സാക്ഷ്യം പറയാനാ എനിക്ക് ആവശ്യം. I need them to testify about me. ഹല്ലേലൂയ. എനിക്ക് യേശുവിന്റെ സാക്ഷ്യം പറയണമെങ്കിൽ എനിക്ക് യേശുവുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടാക്കണം. For me to testify of Jesus, I need to have അനുഭവം വേണം. I need to have an experience with Jesus. അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. Not what they said or they said. എനിക്ക് എൻ്റെ യേശു ആരാ? For me to know who my Jesus is. എൻ്റെ ലൈഫിൽ യേശു പ്രവർത്തിച്ചത് എന്തുവാ? How Jesus worked in my life. ഹല്ലേലൂയ. ശത്രുവിന് എന്തും തകർത്തെറിയാം. The enemy can destroy anything. പക്ഷേ ഒരിക്കലും അവന് തകർത്ത് കളയാൻ പറ്റാത്ത, അല്ലെങ്കിൽ തെറ്റെന്ന് സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. But there is one thing he cannot say that it is wrong. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചത്, What we experienced in our life. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച നമ്മുടെ ദൈവത്തെ തെറ്റെന്ന് സ്ഥാപിക്കാൻ അവൻ ഒക്കത്തില്ല. The God we experienced in our life, he cannot prove that it was wrong. അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തവരെ തെറ്റിക്കാം. He can confuse people who do not have that experience. പക്ഷെ അനുഭവമുള്ള സാക്ഷ്യമുള്ളവനെ തെറ്റിക്കാൻ ഒക്കത്തില്ല. But the one who has that experience and that testimony, he cannot confuse them. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇങ്ങനെ വീഴത്തില്ല, അങ്ങനെ വീഴത്തില്ല. എങ്കിൽ ദൈവാത്മാവ് വരുമ്പോൾ എങ്ങനെയാന്ന് വെളിപ്പെടുത്തുക. When you say that when the Holy Spirit comes, you don't fall like this or that, then prove. പറയാനല്ല, വെളിപ്പെടുത്താനാ കർത്താവ് വിളിച്ചിരിക്കുന്നത്. Not to say, but to reveal it. God has called us. ഹല്ലേലൂയ. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി തീരാ. As people who reveal Christ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരെ കർത്താവിന് ആവശ്യം. Lord needs people to reveal Christ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗിദെയോന്റെ അടുത്ത് ദൂതൻ ചെന്നു. The angel of the Lord came to Gideon. ഗിദെയോൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, Gideon said, I have heard of ഞങ്ങളുടെ him. പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, My fathers have told ചെങ്കടലൊക്കെ കടന്നു കൊണ്ടുവന്ന ഒരു ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. that there is a God who made the people cross the river. ദൂതൻ പറഞ്ഞു, എടാ ഇത് പറയാനല്ല നിന്നെ കണ്ടിരിക്കുന്നത്, The angel of the Lord said, this is not നിന്നിലൂടെ തെളിയിക്കാനാ പോകുന്നത്, to prove through you, നിന്നിലൂടെ അത് വെളിപ്പെടുത്താനാ പോകുന്നത്. to reveal it through you. ഹല്ലേലൂയ. നീ ഒറ്റ കാര്യം ചെയ്താ മതി. You just need to do one thing. നിന്റെ ഭവനത്തിൽ ചെന്നിട്ട് You go back to your അവിടെ home. ബാലിന്റെ ആ യാഗപീഠം ഉണ്ടല്ലോ, ബാലിന്റെ യാഗപീഠം, the sacrifice place of Baal in your home. ഹല്ലേലൂയ. അതങ്ങ് ഇടിച്ചു കളാ. You destroy that എന്നിട്ട് ദൈവത്തിന് ഒരു യാഗം കഴിക്കുക. and build it for the Lord. നിന്നിലൂടെ തെളിയിക്കാം. And he will prove it through you. നിന്നിലൂടെ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ കാലത്ത് പ്രവർത്തിക്കുന്ന ദൈവമൊന്നല്ല, Not that I'm someone who works നിന്നിലൂടെ പ്രവർത്തിക്കുന്ന ദൈവമെന്ന് to prove that I will work through you. ഇന്നും പലർക്കും പറയാനുള്ളത്, Many have to say പത്രോസിന്റെ കാലത്ത് നടന്നു, what happened during പൗലോസിന്റെ സമയത്ത് നടന്നു, what happened during Paul's time. ഹല്ലേലൂയ. 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു.
what happened 4,000 years ago? 2000 വർഷങ്ങൾക്ക് മുമ്പാണെന്നോ? 2,000 years what happened? ദൈവം പറയുന്ന ഇതല്ല നിന്റെ സാക്ഷ്യം പറയാൻ, Not to say all of this, but to say your നിന്നിലൂടെ testimony, തെളിയിക്കാൻ, to prove it through you. നിന്നിലൂടെ വെളിപ്പെടാൻ To reveal it through ഞാൻ you. ആഗ്രഹിക്കുന്ന ദൈവമാ. I am a God who ഓ, desires that. നമ്മളിലൂടെ വെളിപ്പെടാൻ ദൈവം ആഗ്രഹിച്ചാൽ He decides to prove നമ്മൾ it to us. വെളിപ്പെടുന്നത് തോറ്റ ഒരു ദൈവമല്ല. It's not a, നമ്മൾ വെളിപ്പെടുന്നത് സകലത്തെ ജയിച്ചവനാകിയാൽ it's one who is victorious that is revealed അവൻ to us. വെളിപ്പെട്ടാൽ ഈ ജയത്തിന്റെ എൻട്രി ഉണ്ടാകാം. When he is revealed, this victorious entry will happen. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ പലയിടത്തും ഇങ്ങനെ കിടക്കുകയാ. Many are in this manner. പറയാനല്ലാതെ, ഈ വചനം എടുത്ത് ഇങ്ങനെ പറയാനല്ലാതെ. Not to speak just the. കഴിഞ്ഞ ദിവസം പ്രൈസും ബ്രദർ അയച്ചെന്ന് ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്നേട്ടെ. Praise and brother sent showed me a pastor was preaching. എല്ലാരും പറയുന്നുണ്ട് Everyone is saying വചനമുള്ള ചർച്ച വേണം, വചനമുള്ള ചർച്ച. the church has to have the word of God. Church has to have the word of God. പുള്ളി പറഞ്ഞു ഞാനും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നയാ. I used to say like പക്ഷെ that. ദൈവം എന്നോട് ഇടയ്ക്ക് ഇടപെട്ടു. But God spoke to me വചനമുള്ള ചർച്ച സഭയിൽ പോണമെന്നല്ല, not to go to a church that has the word of God. വചനം വെളിപ്പെടുന്ന സഭയിൽ പോണം. The church that reveals the word of വചനം God. ജീവനായി തീരുന്ന സഭയിൽ പോണം. Where the word of God is brought to life. You go ഹല്ലേലൂയ. there. വചനത്തെ പറയുന്നതല്ല, Not a church that ആ speaks the word. പറയുന്നത് പ്രവൃത്തിയായി തീരുന്ന, Where it comes into fruition. ആ വചന ജീവനായി തീരുന്ന. Where the word of God comes into ഹല്ലേലൂയ. life. ചിലര് വചനം പ്രസംഗിക്കും, ജീവിതത്തിൽ യാതൊരു ബന്ധവും കാണത്തില്ല അതുമായിട്ട്. Some preach the word of God, but they have no connection to it in their life. ഹല്ലേലൂയ. വചനത്തെ പറയുന്നതല്ല, വചനത്തിൽ ജീവിക്കുന്ന, Not to preach the word, but to live ആ in the word. ജീവിതത്തിന്റെ അകത്ത് നിന്ന് അതിനെ എടുത്ത് പുറത്ത് വെളിപ്പെടുത്തുന്ന. To reveal it through their lives, the same word. ഹല്ലേലൂയ. ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടാകണമെന്ന്, That I need to have that experience. എന്റെ ലൈഫ് അങ്ങനെ ആയിത്തീരണമെന്ന്. To say that I need my life to be like that. 7000 പേർക്ക് അറിയത്തില്ല, 7,000 do not പക്ഷേ know, ഒരുവൻ അറിയാം. but one knows. ഹല്ലേലൂയ. എന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. My God is a working God. ആ അവനിലൂടെ ദൈവം വെളിപ്പെടത്തുള്ളൂ. Only through him the God will be മറ്റുള്ളവർ revealed. പറഞ്ഞുകൊണ്ടിരിക്കുക, Others will keep praying. പക്ഷെ അവർക്ക് കിട്ടുന്ന അപ്പം ഒന്നും ഏലിയാവിന് കാണത്തില്ല. Maybe the bread that they got, Elijah did not അവർക്ക് have. കിട്ടുന്ന സംരക്ഷണമൊന്നും ഏലിയാവിനില്ല. Maybe the protection they don't have. അവരെ നല്ല ഗുഹയ്ക്കകത്തൊക്കെ ഒളിപ്പിച്ച സമയത്ത് ആഹാരമൊക്കെ ഉണ്ട്. They have been hidden in a cave and they have food for all the time. പക്ഷെ അവർക്കില്ലാത്ത ഒന്നുണ്ട്. But there is one thing, if you have it, അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. there will be an answer to that അവന്റെ prayer. പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. His prayer will be answered. ഹല്ലേലൂയ. ഏലിയ പറഞ്ഞു വിളിച്ചു വരുത്ത എല്ലാരെയും. Elijah said, call everyone together. ഹല്ലേലൂയ. കർമ്മേലിൽ ഹല്ലേലൂയ സകലരും കൂടി. Everyone gathered up on Mount Carmel. ഹല്ലേലൂയ. രണ്ട് മൃഗത്തെ കൊണ്ടുവന്നു. They brought their ഒന്ന് animals. നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. He said, take one for you അവർ also. കഷ്ണമാക്കി വെച്ചു They യാഗപീഠത്തിന്മേൽ. cut it up and put it as sacrifice. ഏലിയ പറഞ്ഞു 4 തൊട്ട് വെള്ളം കൊണ്ടുവന്ന് ഹല്ലേലൂയ എന്റെ യാഗത്തിന് മേലും യാഗപീഠത്തിലും എല്ലാം ഒഴിച്ചോളാൻ പറഞ്ഞു. Elijah said, bring water and pour it on my yaga. Yeah. ഹല്ലേലൂയ. അവർ രാവിലെ മുതൽ ഉച്ചവരെ ഹല്ലേലൂയ അവരുടെ ബാലിനെ നിലവിളിച്ചു. From morning till evening they cried upon Baal. ബാല് വെളിപ്പെട്ടില്ല. Baal was not revealed. അവർ രക്തമൊഴിക്കാൻ തുടങ്ങി. They started to pour out their blood. ബാല് വെളിപ്പെട്ടില്ല. Baal was not revealed. ഹല്ലേലൂയ. Hallelujah. ഏലിയാവിന്റെ യാഗത്തിൽ തീ ഇറങ്ങിയപ്പോഴല്ല ബാൽ ഇല്ലാതായത്. Baal was not destroyed when the fire came upon the sacrifice of Elijah. ഹല്ലേലൂയ. Hallelujah. ഏലിയാവ് യാഗം കഴിക്കുന്നതിന് മുമ്പേ അവന് വെളിപ്പെടാൻ പറ്റിയില്ല. Even before he committed the sacrifice, their God cannot be revealed. ഏലിയാവിന്റെ യാഗത്തിൽ തീ ഇറങ്ങുന്നതിന് മുമ്പേ രാവിലെ തൊട്ട് ഉച്ച വരെ ഈ ബാലിന്റെ പ്രവാചകന്മാർ കടന്ന് നിലവിളിച്ചിട്ട് പോലും ബാലിന് വെളിപ്പെടാൻ പറ്റുന്നില്ല. Before the fire came on Elijah's sacrifice, from morning to evening, Baal was not revealed. കാരണം ദൈവമുള്ളവൻ കയറി ചെന്നാൽ, Because if the one with God comes up, അവൻ ജയത്തോടെ he പ്രവേശിച്ചിരിക്കുന്നത്. enters with victory. അവൻ ജയത്തോടെ പ്രവേശിച്ചത്. He entered with a victory. ഹല്ലേലൂയ. അവൻ അവിടെ നിൽക്കുന്നിടത്തോളം As long as he is standing ഒരു there, ബാലിന് വെളിപ്പെടാനൊക്കത്തില്ല. no Baal can be കാരണം revealed. അവൻ യുദ്ധം ജയിച്ചവനായ കയറിയത്. Because he entered with ഹല്ലേലൂയ. victory. യാഗപീഠത്തിൽ തീ ഇറങ്ങി കഴിഞ്ഞിട്ടല്ല ജയം വെളിപ്പെട്ടത്. He didn't win after the fire came അവൻ down. ജനത്തെ വിളിച്ചു കൂട്ടുന്നതിന് മുമ്പേ ജയം സംഭവിച്ചു. The victory happened before he അവൻ gathered the കർമ്മേലിൽ people. കയറുന്നതിന് മുമ്പേ ജയത്തോടെയാ പ്രവേശിച്ചത്. He entered Mount Carmel with the ഹല്ലേലൂയ. victory. ആ കർമ്മേലിൽ 7 അയലത്ത് ബാലിന് വരാൻ കഴിയത്തില്ല. Baal cannot come anywhere near that Mount കാരണം Carmel. അവൻ ചെയ്യുന്നത് മുഴുവൻ ദൈവം പറയുന്നതാ. Because everything he does is what God tells him to do. അല്ലെങ്കിൽ അവിടെ വായിച്ചാൽ മതി, ഏലിയാവ് ഇങ്ങനെ തന്നെ പറഞ്ഞു, ദൈവമേ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നു.
It is said there, Elijah said to God, God, I do everything as you നീ say. പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നു. I do everything as you say, God. ദൈവം പറഞ്ഞതുപോലെ ചെയ്താൽ If you do everything as God says, നിന്റെ ഭവനത്തിന്റെ, in your home, നിന്റെ ദേശത്തിന്റെ, in the nation you are, 7,000 ശത്രുവിന് വരാൻ the കഴിയത്തില്ല. enemy cannot come near any of it. പൈശാചിക മേഖലയ്ക്ക് കയറാൻ The പറ്റത്തില്ല. demonic realm cannot come near it. ദൈവം പറയുന്നത് അതുപോലെ അനുസരിച്ചാൽ, If you obey everything that God ദൈവം says, പറയുന്നത് അതുപോലെ അനുസരിച്ചാൽ, if you obey everything God says, ശത്രുവിന് പ്രവേശനം ലഭിക്കത്തില്ല. the enemy cannot enter. ഹല്ലേലൂയ. ശത്രുവിന് കടക്കാൻ ഒക്കത്തില്ല. The enemy cannot come any close. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇങ്ങനത്തെ ചില ജയത്തെ തരാൻ, Today to give some such ഇങ്ങനത്തെ ചില victories, ജയത്തിന്റെ എൻട്രികൾ വെളിപ്പെടാൻ, for such entries of ചിലരുടെ മേൽ victory, ഇങ്ങനെ ജയത്തിന്റെ എൻട്രി വെളിപ്പെടാൻ, for some victorious entry to happen in some lives. പലരും വിശ്വസിച്ചു, പലരും ചിന്തിച്ചു, ഏലിയാവിന്റെ യാഗപീഠത്തിൽ തീ ഇറങ്ങിയപ്പോൾ Many thought when the fire came upon Elijah's sacrifice, ബാൽ ഇല്ലാതെ ആയിപ്പോയെന്ന്. Baal was destroyed. ഇല്ല, ദൈവത്തെ അനുസരിക്കുന്നവൻ എൻട്രി ചെയ്തപ്പോഴേ But not like that. When the one who obeys ബാൽ God, പോയി, Baal was ബാൽ destroyed. പോയി, Baal was no more. ശത്രുവിന് വെളിപ്പെടാൻ കഴിയുന്നില്ല. He couldn't be revealed. പൈശാചിക മേഖലയ്ക്ക് എങ്ങും വെളിപ്പെടാൻ കഴിയാത്ത രീതിയിൽ In a way, the demonic നിന്നെ ഒരു realms cannot അസാധാരണ ശുശ്രൂഷയിലേക്ക് in an extraordinary ദൈവത്തിന് ministry. കൈപിടിച്ച് കയറ്റാനുണ്ടെന്ന് God wants to make you പരിശുദ്ധാത്മാവ് ഒരു The ദൂതറിയിച്ചാൽ, Holy Spirit is ഓ prophesying. അത് ആത്മാവിൽ If you receive സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ, the Holy Spirit അത് ആത്മാവിൽ കരങ്ങളെ അടിച്ച് അന്യഭാഷകളെ പറഞ്ഞ, with clapping of hands and Yes, tongues, വിശ്വാസത്തിൽ faith. ഞാൻ ഇന്നു മുതൽ എന്റെ ദൈവത്തെ അനുസരിക്കാം. from now on I will obey ഞാൻ my God. കയറുന്ന ഭവനത്തിൽ, the house that I ഞാൻ enter, ചെല്ലുന്ന പട്ടണത്തിൽ, city that I ഞാൻ go, ചെല്ലുന്ന ദേശത്തിൽ, the nations that ഞാൻ I കയറി go, ചെല്ലുന്ന ഓഫീസിൽ, offices that എന്റെ I go, വർക്ക് പ്ലേസിൽ, എന്റെ my വിദ്യാഭ്യാസ മേഖലകളിൽ, my education, ഞാൻ ചെല്ലുന്ന സഭകൾ, ദേശങ്ങൾ, in the churches, in the nation, പിശാചിന് ഇനി വെളിപ്പെടാൻ കഴിയാത്തതുപോലെ, the devil cannot reveal himself anymore. പിശാചിന് ഇനി വെളിപ്പെടാൻ കഴിയാത്തതുപോലെ, The devil cannot ഞാൻ reveal anymore. ദൈവം എന്നെ ജയത്തോടെ പ്രവേശിപ്പിക്കുമെന്ന്. God is going to make me enter with ഓ, victory. ദൈവം ജയത്തോടെ പ്രവേശിപ്പിക്കുമെന്ന്. With victories, God is going to ഓ make me റാബ enter. ശാല കബ റബ ശിയ തറബ ലബ സുഡമാനിയ തറബ കബ ലബ ശിയ തറബ ലബ റികാത ലബ ശിയ കബ ലബ. ചിലരെ ദൈവ ചരിത്രങ്ങളെ തിരുത്തി എഴുതാൻ, To rewrite history. Some ഇതിനകത്ത് people, ഇന്ന് ഈ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് some listening through the media, ദൈവാത്മാവ് ഇടപെടുന്നു. Spirit of God is saying, ചരിത്രങ്ങളെ തിരുത്തി എഴുതുന്ന, to rewrite history. ചരിത്രങ്ങളെ തിരുത്തി എഴുതുന്ന To rewrite history. ഒരു ദൈവിക പ്രവൃത്തി, A work of God. ഒരു ജയത്തിന്റെ എൻട്രി An entry of നിന്റെ victory. ജീവിതത്തിൽ വെളിപ്പെടുത്താൻ, To reveal in your നിന്റെ life. ജീവിതത്തിൽ വെളിപ്പെടുത്താൻ. To reveal in your life. ഓ റാബ ശാല തറ കബ ലബ ശാ തറ ബ ലബ ഉരി ഖമാനിയ തറ ബ ശിയ കബ ലബ. ഹല്ലേലൂയ. ദൈവം പറയുന്നതിനെ അതുപോലെ കേൾക്കാം. Whatever God says to obey. ഹല്ലേലൂയ. ഇത് തീരത്തിൽ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ I'm പോകുകയാണ്. going to pray and end. This will not end. ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. I'm going to pray and conclude. പറയാം, നമുക്ക് ദൈവമേ, Can we say, ഞാൻ God, അങ്ങേ അനുസരിക്കാം, I will obey you. ഞാൻ പ്രാർത്ഥനയിലിരിക്കാം, I will sit in prayer. ഞാൻ ദൈവത്തോട് കൂടെ ഇരിക്കാം, I will sit with ഞാൻ God. ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കും. I will submit to God. ഞാൻ ഇനി എവിടെ പ്രവേശിച്ചാലും Wherever I enter, അത് ജയത്തോടെ ആയിരിക്കും. it will be with victory. ഞാൻ ജയത്തോടെ പ്രവേശിക്കും. I will enter with victory. കാരണം എന്നെ കടക്കുമാറാക്കുന്ന ഒരുവൻ എൻ്റെ കൂടെ ഉണ്ട്. Because there is one who makes me എന്നെ enter. കടക്കുമാറാക്കുന്ന ഒരുവനുണ്ട്. There is one who makes me എന്നെ enter. ജയത്തോടെ കടക്കുമാറാക്കുന്ന ഒരുവനുണ്ട്. There is one who makes me enter with victory. ചരിത്രങ്ങളെ തിരുത്തി എഴുതുന്ന To rewrite ചില history. ദൈവ പ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നു. Some works of God are going to be ചില revealed. ദൈവ പ്രവർത്തികൾ വെളിപ്പെടാൻ Some പോകുന്നു. works of God are going to be revealed. ചില ക്രിയേറ്റീവ്സ് മിറക്കിൾസ് വെളിപ്പെടാൻ Some പോകുന്നു. creative miracles are going to be revealed. ചരിത്രങ്ങളെ തിരുത്തി എഴുതുന്ന That rewrites history. ഹല്ലേലൂയ. Hallelujah. ഇസ്രായേൽ ജനത്തോട് ചോദിച്ചാൽ If you ask the people of Israel, അവർ പറയും, they will say, ഞങ്ങൾക്കൊരു ചരിത്രമുണ്ട്. we have a history. ചെങ്കടൽ തടസ്സമായി നിന്നപ്പോൾ When the Red Sea stood in front of us, ചെങ്കടലിനെ രണ്ടാക്കി മാറ്റിയ, the one who split the Red Sea, ഹല്ലേലൂയ, രണ്ടാക്കി മാറ്റിയ, who split it into two, ആ ചെങ്കടലിൽ കൂടെ കയറി വന്ന who made us cross through the Red ഒരു Sea. ജയത്തിന്റെ ചരിത്രമുണ്ട്. We have a history of that victory. ഹല്ലേലൂയ. കുറച്ചും കൂടെ കഴിഞ്ഞ് അവർ പറയും, After some time they will say, മറ്റൊരു ചരിത്രമുണ്ട്. we have another history. ഹല്ലേലൂയ. കരകവിഞ്ഞ യോർദാനെ The overflowing Jordan. ഉള്ളംകാൽ ചവിട്ടിയപ്പോ When we stepped the അത് foot, പിന്നോട്ട് വലിഞ്ഞ് it went backward. അതിനെ വരണ്ട ഭൂമിയാക്കി മാറ്റി.
and made it a dry land. വാഗ്ദത്തത്തിൽ പ്രവേശിപ്പിച്ച ഒരു ചരിത്രം. And a history where we entered into the promise. കുറച്ചും കൂടെ കഴിഞ്ഞ് ചോദിച്ചാൽ And after some time, അവർ പറയും മറ്റൊരു ചരിത്രമുണ്ട്. we have another history. തടസ്സമായി നിന്ന യോർദാനെ The Jordan that stood as a block. പുതപ്പെടുത്ത് അടിച്ച് രണ്ടാക്കിയ When it is bed with the mantle. പുതപ്പെടുത്ത് അടിച്ചപ്പോൾ When the mantle struck it, രണ്ടായി മാറിയ it split into two. രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രമുണ്ട്. The history of two prophets. പക്ഷെ ശിഷ്യന്മാരോട് ചോദിച്ചാൽ And if you have the disciples, അവർ പറയും സകല ചരിത്രങ്ങളെ പൊളിച്ചെഴുതി ഒരുത്തൻ വന്നു. there is one who came who destroyed and rewrote every സകല history. ചരിത്രങ്ങളെ തിരുത്തി. He rewrote every history. അവന് തടസ്സമായി നിന്നതിനെ അടിച്ചില്ല, He didn't beat the thing that രണ്ടാക്കി stood. വെച്ചില്ല, He didn't split into two. ഉള്ളംകാല് വെച്ചില്ല, അതിന്റെ നടുവിൽ ചവിട്ടിയില്ല. He didn't step his foot there. അവൻ ആ കടലിന്റെ മീതെ നടന്നു. He walked over ആ that water. ചരിത്രത്തെ മുഴുവൻ മാറ്റി എഴുതി. He rewrote the whole history. തടസ്സമെന്ന കടലിന്റെ മുകളിൽ നടന്ന, Over the sea, he മുകളിലൂടെ നടന്ന, walked on top of it. പ്രശ്നങ്ങളുടെ നടുവിലൂടെ അല്ല, Not through the problem. പ്രശ്നങ്ങളിൽ ഫൈറ്റ് ചെയ്തല്ല, Not fighting the problem. പ്രശ്നങ്ങൾ അപ്പുറവും ഇപ്പുറവും കണ്ടോണ്ടല്ല, Not seeing the problem. left and ചെങ്കടലിലൂടെ right. നടക്കുന്നവർ കാണുകയാ ഇപ്പുറത്ത് മതിൽ പോലെ വെള്ളം നിൽക്കുന്നു, The one who walked through the Red Sea, അടുത്ത സൈഡിൽ മതിൽ പോലെ വെള്ളം നിൽക്കുക. they saw the water on അവർ both sides. ആലിൽ നടക്കുന്നത് പ്രശ്നത്തിന്റെ സെന്ററിൽ കൂടാ. They're walking in the midst of the problem. പക്ഷെ കർത്താവായ ശിഷ്യന്മാരോട് ചോദിച്ചാൽ പറയാ, But if you ask the disciples, ഹാലേലൂയ, ഞങ്ങളുടെ കർത്താവ് പ്രശ്നങ്ങളെ അപ്പുറം ഇപ്പുറം നിർത്തി നടുക്കൂടല്ല പോയത്, അവൻ പ്രശ്നങ്ങളെ കാൽ കീഴാക്കി. our പാമ്പിനെയും തേളിനെയോ the snake and the ശത്രുവിന്റെ scorpion, സകല ബലത്തെയോ the power of every enemy, കാൽ കീഴെ ചവിട്ടി അമർത്തുന്ന, he crushed under his feet. ഓ റാബ ശാല കബ റബ, ഇതുപോലെ ചരിത്രങ്ങളെ തിരുത്തി എഴുതുന്ന Like in this manner, ചില ദൈവിക പ്രവൃത്തികൾക്കായി some works of God that ഓ rewrite history. ജയത്തോടെ വരുന്നവന്, The one who comes with victory, ജയത്തോടെ വരുന്നവന് The one who comes with തടസ്സമായി നിൽക്കുന്ന പ്രശ്നം ഒരു കാര്യമേ അല്ല. the problem will not be a അവന് blockage. കടൽ ഒരു പ്രശ്നമല്ല, Sea will not be a അവൻ problem. അതിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. He will not even mind the കാരണം അവൻ ജയത്തോടെ വരികയാ. Because he comes with victory. ജയത്തോടെ വരുന്നവൻ അതിന്റെ മുകളിലൂടെ, The one who comes with victory, അതിന്റെ മുകളിലൂടെ, top of it. ഓ ഇന്ന് പകൽ ചിലതിന്റെ മുകളിലൂടെ, Today on top of ചില the problem, പ്രശ്നങ്ങളുടെ മുകളിലൂടെ, over some problems, ചില ശത്രു വിരിച്ചിരിക്കുന്ന തന്ത്രങ്ങളുടെ മുകളിൽ കൂടെ above some problems, അതിന്റെ സകല ബലത്തെ ചവിട്ടി to crushing every കാൽ power കീഴാക്കി. under the feet. ഓ ആദിമ മനുഷ്യൻ മുതൽ From the beginning, സകല മാനവകുലത്തെയോ the whole man പാപത്തിൽ തള്ളിയ got pushed into sin. അതേ പാമ്പിനെയോ The same serpent, അവന്റെ സകല ബലത്തെയോ his all power, കാൽ കീഴെ ചവിട്ടി അമർത്തുന്ന, crushed under the feet ഓ of റാബ Jesus. ശാല കബ റബ ശിയ കബ ലബ റബ ജുഡബ ലബ ശിയ കബ ലബ തറബ. കർത്താവായ ജോർജ്, ഞാൻ പുതിയൊരു ജയത്തിന്റെ എൻട്രി നിങ്ങൾക്ക് തരാം. Jesus said, I will give you a new entry ഒരു of victory. ജയത്തിന്റെ എൻട്രി ഞാൻ തരാം. I'll give you a victorious entry. ആലൽ എന്താണെന്നറിയാമോ? You know what? ആലൽ ഞാൻ ഒരു അധികാരം തരികയാ. I'll give you an authority. നീ ഇനി കാൽ കീഴെ ചവിട്ടിക്കോളാം. You have to stampede ഇതുവരെ now. സകലൊരു പാമ്പിനെയും തേളിനെയും, അയ്യോ അവിടെ പിശാച്, ഇവിടെ പിശാച്, ഇവിടെ പോരാട്ടം, പിശാച് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു, അവിടെ വന്നു ഇവിടെ വന്നു, അവരെ തകർത്തു. ഇല്ല ഇല്ല, കർത്താവ് പറഞ്ഞു നിന്റെ മേൽ ഒരു സ്പെഷ്യൽ അധികാരം തരികയാ. Till now everyone said there is അതൊരു fight there. ജയത്തിന്റെ അധികാരമാ. It will be a victorious ഇവനെ authority. മൈൻഡ് ചെയ്യാതെ Without minding the enemy, അവനെ കാൽ കീഴെ ചവിട്ടി അരച്ചു to പോകുന്ന, crush the enemy under your ഓ feet. റാബ ശാല കബ റബ ശബ ലബ റബ ജുഡമാനിയ ധാരബ ശിയ കബ. ഓ യേശുവിന്റെ നാമത്തിൽ വലിയ സൗഖ്യങ്ങൾ വെളിപ്പെടുന്നു, Great healings are വലിയ happening. സൗഖ്യങ്ങൾ വെളിപ്പെടുന്നു. നീ വിശ്വാസത്തിൽ സ്വീകരിക്കുമെങ്കിൽ, Healings are happening. Receive it with faith. വിശ്വാസത്തിൽ സ്വീകരിച്ചാൽ You receive it with ഈ faith. സകല പാമ്പിന്റെയും തേളിന്റെയും Every power of ശത്രുവിന്റെ serpent സകല ബലത്തെയും, and every power of the enemy. ഓ റാബ ശാല തറ കബ റബ റബ റബ. ഓ കർത്താവായ യേശു പറഞ്ഞു, ഈ അധികാരം ഉണ്ടല്ലോ, ഈ ജയത്തിന്റെ എൻട്രി ഉണ്ടല്ലോ, Jesus said, this victorious ഈ entry. എൻട്രിയിൽ പോയി ഈ ജയത്തിന്റെ എൻട്രി ലഭിച്ച ചിലര് Some who received this 70 victorious പേര് entry, മടങ്ങി വന്നു. 70 came back. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഫൈറ്റ് ചെയ്തൊന്നുമില്ല, They said, we didn't fight. നിന്റെ നാമം പറഞ്ഞപ്പോഴേ When we said your name, ഹല്ലേലൂയ, ഭൂതങ്ങൾ മുട്ടുമടക്കാൻ തുടങ്ങി, demons bent down. ഭൂതങ്ങൾ മുട്ടുമടക്കാൻ The തുടങ്ങി. demons bowed down. കാരണം ജയത്തിന്റെ എൻട്രി ലഭിച്ച, Because if you receive the ഓ victorious ഇത് entry, ദൈവത്തിന്റെ ജയത്തിന്റെ അധികാരത്തെ, the victorious ഓ authority, റാബ ശാല ഖബ റബ ശിയ ഖബ ലബ, പരാതി പറയുന്ന പീരീഡ് എടുത്ത് കളഞ്ഞിട്ട്
Take away the period where you ഓ complain. നിലവിളിയുടെ കഥകളെ പറഞ്ഞു കളഞ്ഞിട്ട് Take away the stories of crying out. ജയത്തിന്റെ Victorious. ഹല്ലേലൂയ ജയോത്സവം കൊണ്ടാടിയ A celebration of victory. യേശുവിനെ പറയാ To say the Jesus. ഹല്ലേലൂയ ആ പ്രശ്നങ്ങളെ ഇന്ന് എല്ലാവർക്കും പ്രശ്നങ്ങൾ പറയാനാ ഇഷ്ടം. Everyone wants to speak about the problems. പ്രശ്നങ്ങൾ പറയാനാ ഇഷ്ടം. Everyone likes to speak about the problems. യേശു കർത്താവ് പറയും ഞാൻ പ്രശ്നത്തെ പറയാൻ വന്നതല്ല. Jesus said, I didn't come to speak about the ജയത്തെ പറയാൻ problems. I came to വന്നു. speak about the victory. ശിഷ്യന്മാർ പറയും ഞങ്ങൾ പ്രശ്നത്തെ പറയാൻ വന്നവരല്ല. The disciple will say, we ഞങ്ങൾ didn't speak. ജയത്തെ കുറിച്ച് പറയാൻ വന്നയാ. We came to speak about the victory. കാൽവറിയിൽ ശത്രുവിന്റെ മേൽ ജയഘോഷം കൊണ്ടാടിയ ഒരുവന്റെ കാര്യം പറയാൻ വന്നയാ. The victorious one who won over the enemy on the cross. ഹല്ലേലൂയ യേശുവുമായി With this Jesus, ഒരു ബന്ധമുണ്ടാക്കി, if we have a ഒരു relationship, അനുഭവം ഉണ്ടാക്കി. if we have an experience, ഓ ജീസസ് പലർക്കും ഇന്ന് അതില്ല. many do not have that today. പലർക്കും അതുകൊണ്ട് പ്രസംഗിക്കാനും യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാനില്ല. Many do not want to speak about പലർക്കും ഇന്ന് Jesus. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പ്രസംഗിക്കാനേ ഉള്ളൂ. They like to preach about others' കാരണം faults. യേശുവിനെ കുറിച്ച് പറയാൻ സ്വന്തമായി ഒന്നുമില്ല. Because to speak of Jesus, they don't have an experience. അവർക്ക് ഒന്നി പത്രോസിന്റെയും മറ്റുള്ളവരുടെയും കാര്യം പറയാൻ കാണും, ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റ പ്രശ്നങ്ങളെ പറയാൻ കാണും. They either speak about Peter or Paul or others' faults. ഈ കാലഘട്ടത്തിൽ In these times, അനേകർ സത്യ സുവിശേഷം കറയില്ലാത്ത സുവിശേഷം വിളിച്ചു പറയുക എന്ന് പറഞ്ഞ് many say that they're speaking the good gospel. ഹല്ലേലൂയ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളെ എടുത്തു വെച്ച് അതിൻ്റെ അകത്ത് കാണുന്ന പ്രശ്നങ്ങളെയൊക്കെയാ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. They speak about the problems they see in this time. ഹല്ലേലൂയ. കാരണം വേറെ ടോപ്പിക്കുകളില്ല, Because they don't have any other topics. വേറെ അനുഭവങ്ങളില്ല. They don't have other experiences. ഹല്ലേലൂയ. പറയാൻ വേറൊന്നും ഇല്ല. They don't have to speak anything അവർക്ക് about it. ആരെങ്കിലും ഒരു വീഴ്ച കിട്ടിയാൽ എന്തെങ്കിലും പറയാനുള്ളൂ. They have to see someone falling to speak about അതിനടുത്ത് it. വിമർശിച്ചാലേ അവർക്ക് എന്തെങ്കിലും പറയാനുള്ളൂ. Only if they speak about the falling, they have something to ഹല്ലേലൂയ. say. പക്ഷേ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് പറയാൻ ഒരുവനുണ്ട്. But the disciple will say, we have someone to speak about. ഞങ്ങൾക്കൊരു സാക്ഷ്യമുണ്ട്. We have a testimony. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു സാക്ഷ്യമുണ്ട്. We have a testimony. ഞങ്ങൾക്ക് പറയാൻ ഒരു യേശുവുണ്ട്. We have a Jesus ഞങ്ങളുടെ to speak ജീവിതത്തിൽ about. ഒരു അനുഭവമുണ്ട്. We have an experience. ഹല്ലേലൂയ. ഓ യോഹന്നാനോട് ചോദിച്ച യോഹന്നാൻ പറയും പത്മോസ് ദ്വീപിന്റെ ചരിത്രം പറയാൻ എനിക്ക് സമയമില്ല. John will say, I don't have to speak about Patmos. എന്നെ എണ്ണയിൽ എറിഞ്ഞവനെയും കൊല്ലാൻ നോക്കിയവനെ കുറിച്ച് പറയാനല്ല എനിക്ക് സമയം. I don't have time to speak about who put me in the oil. ഹല്ലേലൂയ. എനിക്ക് പറയാൻ ഒരുവനുണ്ട്. I have one to speak about. ഹല്ലേലൂയ. മറുരൂപ മലയിൽ വെളിപ്പെട്ടപ്പോൾ മുതൽ എനിക്ക് പറയാൻ ഒരുവനുണ്ട്. There is one to speak about. എനിക്കൊരു അനുഭവമുണ്ട്. I have an experience. ഓ ഇന്ന് പകൽ ചില എൻകൗണ്ടറുകളും എക്സ്പീരിയൻസുകളും Today some encounters and experiences. ഓ യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, In the name of യേശുവിന്റെ Jesus. നാമത്തിൽ റാബ ശാല തറ കബ ലബ ശബ ലബ ചുടവാരിയ തറബ ശിയാക ചില ചരിത്രങ്ങളെ മാറ്റുന്നവർ, To rewrite the history. ചില ചരിത്രങ്ങളെ മാറ്റുന്നവർ, To change the history. ചരിത്രങ്ങളെ മാറ്റുന്നവർ. To rewrite history. ഓ ജീസസ്. ഓ റാബ ശാല തറ കബ ലബ ശബ ചുടബ റബ ശിയാ തറ കബ ലബ ശിയാ തറ റിഖമാനിയ തറ റബ ശിയാ തറ കബ ലബ ശബ ചുടബ ലബ ശിയാ തറ കബ ലബ ശിയാ. യെസ് ജയത്തിന്റെ പ്രവേശനം, A victorious entry. ജയത്തിന്റെ പ്രവേശനം. A victorious entry. ചിലരുടെ മേൽ വലിയ ജയത്തിന്റെ പ്രവേശനത്തെ കൽപ്പിക്കും. On some people, the victorious entry is being commanded. ഓ ജയത്തിന്റെ വലിയ പ്രവേശനത്തെ ദൈവാത്മാവ് കൽപ്പിക്കുന്നു. The Holy Spirit is commanding a victorious ദൈവാത്മാവ് entry. കൽപ്പിക്കുന്നു. Spirit of God is commanding ഓ it. റാബ ശാല തറ കബ ലബ ശബ ലബ റിഖമാനിയ ധേരിയ ശിയ കബ ലബ തറബ. ജയം ലഭിച്ചവൻ കേറി നിൽക്കുമ്പോഴേ When the one who has victory, ബാലിന് വെളിപ്പെടാൻ കഴിഞ്ഞില്ല. Baal cannot be revealed. ഹല്ലേലൂയ. അശേരയ്ക്ക് വെളിപ്പെടാൻ കഴിയുന്നില്ല. Asherah cannot reveal himself. രക്തമൊഴുക്കിയിട്ടൊന്നും സംഭവിക്കുന്നില്ല. Even after blood flowing, പക്ഷേ nothing happens. ഏലിയാവിന്റെ ഒറ്റ പ്രാർത്ഥനയിൽ, But in one prayer of ഒറ്റ Elijah, പ്രാർത്ഥനയിൽ, in one prayer, മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനയല്ല, not a prayer അവർ of many hours. ഇസ്രായേലിന്റെ ദൈവമേ, God of Israel, അബ്രഹാമിന്റെ ദൈവമേ, O God of Abraham, ഇസ്ഹാക്കിന്റെ ദൈവമേ, O God of Isaac, നീ പറഞ്ഞതല്ലോ ഞാൻ ചെയ്യുന്നത്. I did everything you said. എന്റെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി നൽകണമേ. Answer my prayer, O God. എന്റെ
പ്രാർത്ഥനയ്ക്ക് നീ മറുപടി നൽകണമേ. Answer my prayer, God. ഓ ഒറ്റ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ തീ In one prayer, the fire of God, യാഗപീഠത്തിന്റെ അകത്തിറങ്ങി. it fell upon the ഓ sacrifice. റാബ ശാല കബ റാബ ശബ ലബ റബ. ഓ ചിലരുടെ യാഗപീഠങ്ങൾ ഇന്നും ദൈവത്തിന്റെ തീ കത്താതെ In some sacrifice, the fire of God not yet burning. ശൂന്യമായി കിടക്കുന്നിടത്ത് If it is still ഇന്ന് empty, പകൽ വിശ്വാസത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച if today by faith, if you pray a ഓ prayer, കാൽവറിയിൽ പിശാചിന്റെ തല തകർത്തത് the one who crushed the head of the enemy, ഹല്ലേലൂയ, ഒരു ഗെത്സമനയിൽ ഒരു പ്രാർത്ഥന വെളിപ്പെട്ടു. in the garden of Gethsemane, a prayer was ഗെത്സമനയിൽ revealed. ഓൾറെഡി ജയാളിയായ യേശു എൻട്രി ചെയ്തത്. He entered with the victory from the garden of ഇത് Gethsemane. പ്രാർത്ഥനയിൽ നീ ജയിക്കുമെങ്കിൽ, In prayer, if you win ഇന്ന് today, ദൈവ ശബ്ദത്തിന് കീഴ്പ്പെടുമെങ്കിൽ, if you submit to the word of God, ദൈവത്തെ അനുസരിക്കാൻ തീരുമാനമെടുക്കുമെങ്കിൽ, if you decide to obey God, ജയത്തോടെ സകലത്തിൽ പ്രവേശിക്കാൻ, to enter with victory into everything, ജയത്തോടെ പ്രവേശിക്കാൻ. to enter with ഓ victory. റബ ശാല കബ റബ ശിയാ തറബ റബ. ഉറി കമാനിയാ തറബ. ആൻസി സിസ്റ്ററിനോട് ദൈവാത്മാവ് ഇടപെടുന്നു. To answer, sister, Spirit of God ഓ is ഈ speaking. ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിച്ചോ. Pray in these days fervently, എല്ലാത്തിനേക്കാൾ കൂടുതൽ സമയം more than any other time. പ്രാർത്ഥനയ്ക്ക് എടുത്തോ. Set apart for ഇനി prayer. ഇന്ത്യയിൽ കാലുകുത്തുന്നതാ. ഇനി ഇന്ത്യയിൽ The കാലുകുത്തുന്നതാ. next time you enter India, when you step into the land of India, when you step into the land of India, ഹല്ലേലൂയ, നീ ജയത്തോടെ it ആയിരിക്കും. will be with victory. നീ ജയത്തോടെ It will ആയിരിക്കും. be with victory. നീ ഒരുപാട് പരാജയപ്പെട്ടെടുത്ത In areas where you fail, ജയത്തോടെ പ്രവേശിക്കാൻ പോകുന്നു. you are going to enter with ഓ victory. റാബ ശമാ നിയാഥ റാകബ ലബ ശിയാഥ റബ ലബ. ഓ ഹെബ്സ മോളെ നീ ഏറ്റെടുത്തോ. Steps are received. ഇന്ന് പകൽ നിന്റെ മേൽ ഒരു ജയത്തെ കൽപ്പിക്കാൻ പോകുന്നു. Today a victory is going to be ഇന്ന് commanded to പകൽ you. ദൈവം നിന്റെ മേൽ ഒരു ജയത്തെ കൽപ്പിക്കാൻ Today God പോകുന്നു. is commanding a victory on you. ജയത്തെ കൽപ്പിക്കാൻ പോകുന്നു. He's going to command a victory on you. പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചേ എഴുന്നേറ്റ് നിന്ന് Let us all പ്രാർത്ഥിച്ചേ stand and start എഴുന്നേറ്റ് praying. നിന്ന് പ്രാർത്ഥിച്ചേ. Let us all rise up and start praying. ശാലാ ധാരാ കബാല ബാല ബാല ശാഖമാനിയ ധാരബ ശിയാ കബാല ബാല. ജയത്തോടെയുള്ള പ്രവേശനം. A victorious entry. ജയത്തോടെയുള്ള പ്രവേശനം. An entry with victory. ജയത്തോടെയുള്ള പ്രവേശനം. An entry with victory. ജയം ഓൾറെഡി സംഭവിച്ചവൻ. The victory already has ഓ happened. ജയത്തോടെ കഴുതമേൽ With victory upon the donkey. യെരൂശലേമിലേക്ക് പ്രവേശിച്ചു. He entered into Jerusalem with അവൻ victory. പ്രവേശിച്ചപ്പോൾ When he entered, യുദ്ധം നടന്നെന്നല്ല, not war അവൻ happened. ജയത്തോടെ പ്രവേശിച്ചത്. He entered with അവൻ victory. രാജാവായി തന്നെയാ He പ്രവേശിച്ചത്. entered as a king. ഹല്ലേലൂയ. Hallelujah. രാജാവായി പ്രവേശിച്ചവൻ The one who entered as a king. പട്ടണം മുഴുവൻ ഇളകാൻ തുടങ്ങി. The whole city was ജയഘോഷം കൊണ്ട് in celebration. ഹോശന്ന എന്ന് പാടിയോ And they sang Hosanna. ദൈവത്തെ മഹത്വപ്പെടുത്തി. And they glorified ഓ God. റാബ ശാല കബ റബ ശബ ലബ. അനേകർ ദൈവത്തിന്റെ ആലയം Many, the temple of God, കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ made it a den of robbers. ഒരുവൻ ജയത്തോടെ പ്രവേശിച്ചു. One entered with victory. ജയത്തോടെ പ്രവേശിച്ചപ്പോൾ When he entered with victory, പട്ടണം മുഴുവൻ ദൈവത്തെ the മഹത്വപ്പെടുത്താൻ whole തുടങ്ങി. city glorified God. പട്ടണം മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. The whole city നീ glorified ചില God. ദേശങ്ങളിൽ പ്രവേശിക്കുമ്പോൾ When you enter some ആ cities, ദേശത്തെ കള്ളന്മാരുടെ ഗുഹ എത്ര ഉണ്ടെങ്കിലോ no matter how many dens of പട്ടണം thieves, മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ the whole city will നിന്റെ glorify മേൽ God. ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന്. Upon you, the work of ഓ God will be റാബ revealed. ശാല കബ റബ ശബ ലബ. റികമാനിയ ധരബ ശിയാ കബ ലബ ധരബ ലബ ലബ. റികബ റബോ ശിയാന്ധേരിയ കബ ലബ ശബ ലബ ലബ. അർകമാനിയ ധേരിയ ശിയാ കബ ലബ ലബ. Yes, 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 yes. ഓ യോർദാന്റെ അരികിലേക്ക് ജോഷുവ ചെല്ലുമ്പോൾ എല്ലാവർക്കും അറിയാം യവന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് സകലർക്ക് വെളിപ്പെട്ടു. When Joshua came to the river of Yes, Jordan, സകലർക്ക് വെളിപ്പെട്ടു. everyone knew God was with യവന്റെ him. കൂടെ ദൈവം ഉണ്ടെന്ന്. That God was with him. മോശയോട് പിറുപിറുത്തവരാ The one who murmured against Moses, യോശുവയുടെ മുമ്പിൽ കീഴ്പ്പെടാൻ തുടങ്ങി. they started submitting to എന്താ Joshua. കാര്യം എന്ന് വെച്ചാൽ You know why? ദൈവം കൂടെയുള്ളവൻ. The one who has God അവൻ with him, പ്രവേശിക്കുന്നത് ജയത്തോടെയാ. he enters അവൻ with victory. പ്രവേശിക്കുന്നത് ജയത്തോടെയാ. He enters with യെരൂശലേമിലേക്ക് കർത്താവായ യേശു പ്രവേശിക്കുന്നത് Jesus entering Jerusalem ജയത്തോടെ
വിജയത്തോടെയാ is with victory. പട്ടണം മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ In a way, the whole city glorifies ഓ God. ഏലിയാവെ നീ ജയത്തോടെ പ്രവേശിച്ചപ്പോൾ Elijah, when you entered സകല with victory, ഇസ്രായേലോ the whole Israel, ബാലിനെ ഉപേക്ഷിച്ച they left Baal. യഹോവ തന്നെ ദൈവമെന്ന് പറയാൻ They said Jehovah itself ഓ is ഇന്ന് God. പ്രവൃത്തി വേണ്ട വചനം മതി എന്ന് പറഞ്ഞാൽ ദൈവാത്മാ പറയുന്നു വചനം പ്രവൃത്തിയായി വെളിപ്പെടണം The word of God has to be revealed ഓ as truth. കാരണം നമ്മുടെ ദൈവ ജീവനുള്ള ദൈവമാ Because our God is a living God. അവന്റെ വചനം ജീവനാണെന്ന് His word is അത് living. പ്രവൃത്തിയാണെന്ന് It is of works. പ്രവൃത്തി കൂടാതെ വചനം പ്രവൃത്തിയായി വെളിപ്പെട്ടിരിക്കുമെന്ന് The word will reveal as works. ദൈവം കൂടെ ഉള്ളവന്റെ വചനം The one who has അത് God with him, പ്രവൃത്തിയായി വെളിപ്പെടും it will be revealed through action. പ്രവൃത്തിയായി It വെളിപ്പെടും will be revealed through works. ഓ ഇന്ന് പകൽ എന്റെ മേല ദൈവിക പ്രവൃത്തി വെളിപ്പെടാൻ Today, for that work to happen in me, ഓ റബ ശാല ഖബ റബ ശിയാത റബ ഖബ റബ ഓ ജയത്തിന്റെ അകത്ത് പ്രവേശിക്കുന്നവൻ the one who enters into victory, ജയത്തോടെ നീ പ്രവേശിച്ചാൽ when you enter with victory, ആഹാബേ നീ എത്ര കുതിരപ്പുറത്ത് പോയാലോ even if you go with ഏത് രഥത്തെ പൂട്ടിപ്പോയാലോ even if you go with every ഹല്ലേലൂയ, chariot, നിന്റെ മുമ്പേ കയറി പോകുന്ന the one who goes before you, ഏലിയാവേ നിനക്ക് കഴുതയില്ല കുതിരയില്ല Elijah, you don't have a രഥവും ഇല്ല you don't have a chariot. പക്ഷേ നിന്റെ കൂടെ ഒരുവനുണ്ട് There is one with അവൻ you. കാറ്റിനെ തന്റെ വാഹനമാക്കി മാറ്റുന്നവനാ He makes the അവൻ wind. കെരൂബുകളുടെ തന്റെ വാഹനമാക്കി He makes- കാറ്റിന്റെ ചിറകിൽ മേഘത്തെ ചായ്ച്ചിറങ്ങുന്നവനാ He comes upon the cherubims. അവൻ ജയാളിയായ ദൈവമാ He is a victorious God. ഹല്ലേലൂയ നീ ചിലതിന് മുമ്പേ ഓടാൻ To run in front ഓ of something, ജയം ഓൾറെഡി ഏറ്റെടുത്ത് നിൽക്കുന്ന who has already received the victory, നിന്റെ മുമ്പിൽ ഓടാൻ ഇനി ഒരു കുതിരകൾ കാണത്തില്ല there will not be any horses ഇനി to run. ഒരു ശത്രുവിന്റെ കുതിരയും നിന്റെ മുമ്പിൽ ഓടത്തില്ല No horse of the enemy will run in ഇനി front ഒരു of you. പൈശാചിക രഥവും നിന്റെ മുമ്പിൽ ഓടത്തില്ല No demonic chariot will run in front of you. നിന്നേക്കാൾ മുമ്പേ അവ ഓട്ടം തുടങ്ങിയതാ They might have started running പക്ഷെ before you. ജയമേറ്റെടുത്ത നീ തുടങ്ങുമ്പോൾ But when you receive the നീ victory, സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ from the moment you നീ start, ജയത്തിൽ പ്രവേശിക്കുന്ന സെക്കൻഡ് മുതൽ the second you enter into the ഓ victory, വർഷങ്ങൾക്ക് മുമ്പേ ഓടി നിൽക്കുന്ന what has started സകല before, പൈശാചിക രഥങ്ങളും നിന്റെ ബാക്കിൽ പോകാം every demonic chariot will go ഓ behind റബ you. ഖബ ലബ ശിയ ഖബ ലബ ഓ ചിലതിനെ പിന്നിലേക്ക് കളയാൻ To cast away some behind you. വർഷങ്ങളായി ഇസ്രായേലിനെ കുഴിച്ചുകൊണ്ടിരുന്ന ബാലിനെ പിന്നിൽ കളഞ്ഞ To cast away the Baal behind you. ആഹാബിനെയും അവന്റെ രഥത്തെ പിന്നിൽ കളയിച്ച To cast Ahab and his chariots behind ജയത്തിന്റെ you. എൻട്രിയുള്ള ഏലിയാവിനെ പോലെ The Elijah who has the victorious അന്ത്യ entry. നാളുകളിൽ ചിലരെ In this end time, some people, ചുടബാല ബബ 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 റിഖാറ്റിയാ രാകാശാ താല ഖബ റബശിയ ഖബ ലബ റബ ചുടബാനിയ ധേരിയ ഖബ ലബ ശബ ഓ ജയമേറ്റെടുത്തു വരുന്നവനാ the one who receives the victory. ജയമേറ്റെടുത്തു വരുന്ന യേഹൂവിനെ കുറിച്ച് പറയുക About Jehu, അവനൊരു it says, ഭ്രാന്തനെ പോലെയാ വരുന്നത് he comes like a bad എന്നുവെച്ചാൽ man. അവന് ശത്രുവിന് ഒരു പ്രശ്നമല്ല The enemy is not a problem for അവൻ him. എന്ത് പറയും ഇവരെന്ത് പറയും എന്ന് പറയുന്ന അവന് പ്രശ്നമല്ല He doesn't care what they say. അവന് വിരോധമായി എഴുതുക ഇന്ന് പല അഭിഷക്തന്മാരെയും Today, many anointed men, ഗുഹയ്ക്കകത്ത് പിടിച്ച് പൂട്ടിയ they are shut in ചില caves. ഭയത്തെ Some fears, പലർക്കും ജീവിതത്തിൽ 90% about 90% ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷക്തർക്ക് anointed men of God, പരിശുദ്ധാത്മാവ് വരുമ്പോഴുള്ള ശക്തിയുടെ അനുഭവം എന്തെന്നറിയാം they know the experience of the anointing of the Holy ദൈവ Spirit. ശബ്ദത്തിന്റെ പ്രവൃത്തികളെ അറിയാം They know the works of the voice of God. ഹല്ലേലൂയ പ്രവചനത്തിന്റെ ബലത്തെ അറിയാം They know the power of prophecy. പക്ഷെ പലരും വിരോധമായി എഴുതും പല വേദികൾ നഷ്ടപ്പെടും പലരും വിരോധമായി തീരും പലരും മീഡിയയിൽ ഇടുമെന്ന് പറഞ്ഞ് അടച്ച് ഗുഹയിൽ ഇരിക്കുമ്പോൾ But when they're scared of the media and they are shut in caves, ദൈവത്തിന് ഇന്ന് പകൽ ചിലരെ ആവശ്യമുണ്ട് God needs some people today. ചിലരെ ആവശ്യമുണ്ട് God needs some people today. ഹല്ലേലൂയ യേഹൂവിന്റെ വരക്കം കണ്ടാൽ അറിയാം When you see the coming of അവൻ Jehu, ഒരു അനുഭവത്തോടെയാ കയറി വരുന്നത് he comes with an അവൻ ഒരു experience. ജയത്തോടെയാ കയറി He വരുന്നത് comes with a victory. എപ്പോൾ അവന്റെ മേൽ അഭിഷേകം വന്നു വീണോ When the anointing came ആ upon him, ജയത്തിന്റെ എൻട്രി അവന്റെ മേൽ വെളിപ്പെട്ടോ the victorious entry came Yes, upon him. hallelujah. അവന് വിരോധമായി വരുന്നവരാ The one who comes
against him. അവരോട് ഹല്ലേലൂയ ജയമേറ്റെടുത്തവൻ പറയും നിനക്കെന്ത് കാര്യം നീ എന്റെ പിന്നാലെ വാ രക്ഷപ്പെടോക്കെ He said, you come after me, then you will be ഓ saved. റബ ശല കബ റബ ശിയ കബ ലബ ഓ റബ ശിയ കബ സകല പ്രവാചകന്മാരെ കൊന്ന ഇസബേല് The Jezebel who killed all the prophets. പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞ ഇസബേല് The Jezebel who killed all the prophets. നീതിമാന്മാരെ കല്ലെറിയിച്ച ഇസബേല് Who used on the righteous man. ജയമേറ്റെടുത്തൊരുത്തൻ വന്നു The നിന്നാൽ one who came with victory. നിനക്ക് അവനെ ജയിക്കാൻ കഴിയത്തില്ല You cannot win over him. യഥാർത്ഥത്തിൽ ഇസബേല പറയേണ്ടത് In reality, Jezebel അവിടെ is the ആരുമില്ല same. അവനെ കൊന്നുകളയാനെന്ന് Isn't there anyone to kill പക്ഷെ Jehu? ജയമേറ്റെടുത്തൊന്നും യുദ്ധം ചെയ്യണ്ട But the one with അവർ victory. ഇവളെ എടുത്ത് താഴെ എറിയാൻ ആരുമില്ലേ He asked, isn't there anyone to cast ഇവളെ her എടുത്ത് down? താഴെ എറിയാൻ കേറിപ്പോയി താഴെ ഇടൊന്നും വേണ്ട He doesn't have to go up and cast her ജയമേറ്റെടുത്ത് down. വന്നവന്റെ വാക്കിന്റെ അകത്ത് ബലം ചലിക്കുക There is power that moves in the അധികാരം word. ചലിക്കുക Authority moves in its word. അധികാരം ചലിക്കുക Authority moves in ഓ its word. ചിലതിനെ എടുത്ത് താഴെ എറിയുന്ന To cast some down. പൈശാചിക മേഖലകളെ താഴെ എറിയുന്ന To cast the demonic realms. അപവാദിയായ പിശാചിനെ The accuser, the devil. സ്വർഗത്തിൽ നിന്ന് വെട്ടിയെറിഞ്ഞ To cast him down from heaven. ദൈവത്തിന്റെ ദൂതന്മാർ ഇത് പകൽ The angels of ഓ God. അപവാദം പറയുന്ന ചിലതിനെ The accusers. അപവാദം പറഞ്ഞുണ്ടാക്കുന്ന ചിലതിനെ The one who brings accusation. വെട്ടിയെറിയുന്ന റാബ To കബ cast ശല them കബ down. നീതിമാനെതിരെ Against the righteous man. നീതിമാന്മാർക്കെതിരെ Against the righteous people. കള്ളത്തരം പറഞ്ഞുണ്ടാക്കി To say wrong things. കല്ലെറിയിക്കുന്ന ചില ഈസബേലിനെ എടുത്ത് നിലത്തെറിഞ്ഞതുപോലെ To cast the Jezebel to ഓ the ground. ജയമേറ്റെടുക്കുമ്പോൾ When you receive the ചിലത് victory, നിലത്ത് പോകുന്നത് കാണാം you will see them be cast down. അപവാദം പറയുന്നത് Who cast accusation? അപവാദം പറയുന്നതിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നത് Who eat from the table ഓ of the എല്ലാം one who ഒരുമിച്ച് പോകുന്ന all of them ചില together. ദൈവ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുന്നു The works of God are going to be അടുത്ത revealed 3.5 മാസങ്ങൾക്കകത്ത് in the next 3.5 ഇങ്ങനെ months. ചില അടയാളങ്ങൾ വെളിപ്പെടാൻ പോകുന്നു Some signs like this will be ഇങ്ങനെ ചില revealed. അടയാളങ്ങൾ വെളിപ്പെടാൻ Some പോകുന്നു signs will be revealed. അപവാദം പറയുന്ന ചിലതിനെ Some who cast ദൈവം accusation, എടുത്ത് നിലത്തെറിയുന്ന God is going to cast them ഓ down. റാബ ശല കബ റബ ശബ ലബ രബ ജുഡബ ലബ ശിയ കബ ലബ തറബ ലബ രബ ഓ റിബ ശിയ കബ ലബ രബ ദൈവ മക്കൾക്ക് വിരോധമായി Against the children of God, അപവാദം പറയുന്ന those who cast accusation, അപവാദിയായ പിശാചിനെ the accuser, the devil, ഓ ദൈവത്തിന്റെ ദൂതന്മാർ എടുത്ത് വെട്ടിക്കളഞ്ഞതുപോലെ like the angels of God, cut him down കുഞ്ഞാടിന്റെ രക്തത്താലോ by the blood of the അയ്യോ Lamb, ജനത്തിന്റെ സാക്ഷ്യത്താലോ by the testimony of the Yes, people, ചിലതിനെ എടുത്ത് കളഞ്ഞതുപോലെ like he was cast ഈ down. ദിവസങ്ങളിൽ നിനക്ക് വിരോധമായി In these days against you, അപവാദം പറയുന്ന those who accuse, ചിലതിനെ തീർത്ത് കളയുന്ന end those ചിലതിനെ എടുത്ത് voices, നിലത്ത് കളയുന്ന cast them down. ജയത്തിന്റെ എൻട്രി A victorious ഓ entry. റാബ ശലകബ ചില ദൈവിക അധികാരങ്ങൾ Some ദൈവിക godly അധികാരങ്ങൾ ദൈവിക അധികാരങ്ങൾ authority. ഓ റാബ ലാബ ശലകബ റബ റബ ചുടമാനിയ ധരബ കബ ലബ ശിയ ധരബ ലബ റിഖമാനിയ ധേരിയ ശിയ കബ ലബ എനിക്കറിയത്തില്ല ഇതൊന്നും ഞാൻ പറയുന്നില്ല പരിശുദ്ധാത്മാവ് ചില ദൂതുകൾ അറിയിക്കുന്നു I didn't plan saying all of this, but യെസ് 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 അപവാദം പറയുന്ന മേഖലകളെ in the areas where the accusations happen, അപവാദിയോ ദൂഷണം പറയുന്നവരോ the one who accused, ആയ പിശാചിനെയോ the accuser, the devil, യെസ് അവന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നതിനെ and those who eat from his അതിനെ table, സപ്പോർട്ട് ചെയ്യുന്ന and those who support, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന and those who promote it, അതിന്റെ മേശയിൽ and പങ്കെടുക്കുന്നതിനെ those who take part in the table, യെസ് 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 ദൈവം ലജ്ജിക്കത്തക്ക രീതി in a way that be put to ദൈവത്തിന്റെ shame. ചില പ്രവർത്തികൾ വെളിപ്പെടാൻ Some പോകുന്നു works of God and to be revealed. ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നു God's work will be revealed. യെസ് റീബ ശാല കബ റബ ശബ ലബ ചുടമാനിയ ധേരിയ കബ ലബ ശിയ റബ കബ ലബ അർദാനിയ ധേരിയ ശിയ കബ ലബ റബ റീക ലബ ശിയ ധോ റബ കബ ലബ ശിയ റബ ഓ പുരോഹിതനായ യോശുവയുടെ വസ്ത്രത്തിലെ കറയെ പോലോ Even the stain on the Joshua's garment, ഹല്ലേലൂയ പുരോഹിതന്റെ വസ്ത്രത്തിൽ കറ വരാൻ പാടില്ല there should not be a stain on the പക്ഷെ high priest, കറയുണ്ട് but there is a stain. പക്ഷെ അതിനെ ചൂണ്ടി അപവാദം പറയാൻ വരുന്നവനെ But the one who came to accuse based on that, അവനുമായിട്ടുള്ള ദൈവം തീർക്കാം that God will deal with പക്ഷെ it. അതിനെ ചൂണ്ടി അപവാദം പറയുന്നവനെ But the one who accused based കുറ്റം on that, വിധിക്കുന്നവനെ who finds wrong, ദൈവം വെട്ടി God cut him down സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞത് and was cast from heaven. ഓ ശാല ചില ജയത്തിന്റെ എൻട്രി Some victorious entries യേശുവിന്റെ നാമത്തിൽ in the name of Jesus, ആത്മാവിലും സത്യത്തിലോ in the spirit truth, ദൈവിക വചനത്തിൽ നിലനിൽക്കുന്ന and that stands in the word of ദൈവിക God. സഭകൾ
the churches of God ദൈവത്തിന്റെ അഭിഷക്തർ and the men of God വലിയ അധികാരത്തിലേക്ക് കയറാൻ are പോകുന്നു. going to enter into a great വലിയ authority, അധികാരത്തിലേക്ക് in a big authority. അതിനായി ഉറച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾ വിശ്വാസികൾ And the believers who stand firmly അധികാരത്തിൽ കയറാൻ പോകുന്നു. are going to enter into the authority. ദൈവിക അധികാരം വെളിപ്പെടാൻ പോകുന്നു. Godly authority is going to be ജയത്തിന്റെ അധികാരം വെളിപ്പെടാൻ a പോകുന്നു. victorious authority will be Yes, revealed. യേശുവിന്റെ നാമത്തിൽ The name of Jesus, കർത്താവേ, Lord Jesus, അങ്ങയുടെ ഈ ദൂതനെ വിശ്വസിക്കുന്ന സകലരുടെ മേൽ upon everyone who ആ believes your word, ജയത്തിന്റെ എൻട്രിയെ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. we command the entry. ജയത്തിന്റെ എൻട്രിയെ കൽപ്പിച്ചു We പ്രാർത്ഥിക്കുന്നു. command the victorious entry വിശ്വസിക്കുന്നവരുടെ മേൽ upon the one who believes. ഈ ദൈവിക അധികാരം വ്യാപരിക്കട്ടെ. This godly authority move ഈ upon ദൈവിക them. അധികാരം വ്യാപരിക്കട്ടെ. Let this authority move upon them. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഇവിടെ ആയിരിക്കുന്നവര്, Everyone ഈ മീഡിയയിലൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവര്, those who listen through the media, വിശ്വസിക്കുന്ന സകലരുടെ മേൽ and everyone who believes, ജയത്തിന്റെ എൻട്രി കൽപ്പിക്കുന്നു. we command a victorious entry. ജയത്തിന്റെ എൻട്രി കൽപ്പിക്കുന്നു. We command a victorious entry യേശുവിന് വിരോധമായി against Jesus. ഓ സകല പരീശന്മാര്, Every Pharisee ശാസ്ത്രിമാര്, and the Sadducees പുരോഹിതന്മാര് and the priests, പറഞ്ഞുണ്ടാക്കിയവൻ ദൈവദൂഷണം പറയുന്നവൻ, they say he's blaspheming. യവൻ ഫോൾസ് ഡോക്ടറിൻ കൊണ്ട് നടക്കുന്നവൻ, They said he's a false യവൻ doctrine. ദൈവപുത്രൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന കള്ളൻ. He's a thief who says he himself is the son of God. പക്ഷേ ജയത്തിന്റെ എൻട്രി വെളിപ്പെടുമ്പോൾ But when the victorious entry ഇവർ happens, കണ്ടുകൊണ്ട് നിൽക്കുകയെ they are watching. പട്ടണം മുഴുവൻ വിളിച്ചു പറയുക, The whole city is saying, ഇവനാണ് രാജാവ്, he is the king. ഇവനാണ് ദൈവപുത്രൻ. He is the son of ഓ God. ഈ ഇതേ പരീശന്മാര്, The same Pharisees പുരോഹിതന്മാര്, and the priests, ശാസ്ത്രിമാര് നോക്കി നിൽക്കുമ്പോൾ upon them looking, പട്ടണം മുഴുവൻ ഇളകിയിട്ട് the whole പറയുകയാണ്, city is stirred up. യെസ് യെസ് യവൻ ദൈവപുത്രനാ. Yes, he is the ഓ son of God. ഈ വരുന്നവൻ ദൈവപുത്രനാ. He is the son of God. ദൈവത്തിന് മഹത്വം. Glory to God. ഓ റബ ശല ഖബ റബ റബ റബ. ഓ ആരൊക്കെ വിരോധമായി പറഞ്ഞാലോ, No matter who says ആരൊക്കെ against it, ദൂഷണം പറഞ്ഞാലോ, no matter who says against ആരൊക്കെ it, എതിർത്താലോ, no matter who അതിന്റെ comes ജീവിതത്തിന്റെ against ഏത് മേഖലയിലാണെങ്കിലോ, in whatever area, ദൈവ ജയത്തെ കൽപ്പിച്ചാൽ when God commands victory, നീ എന്താകുമ്പോൾ when you enter, അവർ ലജ്ജിച്ചു പോകുന്ന they will be രീതിയിൽ put to shame. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. God will work for ഓ you. റബ ശല ഖബ റബ ശല. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, Our Heavenly Father, യേശു ക്രിസ്തുവിന്റെ or Jesus, അധികാരമുള്ള നാമത്തിൽ in the authority of Jesus' name, അടിയങ്ങൾ ഒരുമിച്ച് we പ്രാർത്ഥിക്കുന്നു. pray together. ജയത്തിന്റെ എൻട്രിയെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. We command a victorious entry. ഇന്നു മുതൽ കർത്താവേ, From today on, Lord, അങ്ങയുടെ മക്കൾ അടിയങ്ങൾ ഒരു പ്രവേശിക്കുന്ന സകലയിടത്തും in every place we enter, Lord, ദൈവിക ജയം, a divine victory, ജയത്തിന്റെ എൻട്രി, a victorious entry, ജയത്തോടെ എൻട്രാകുവാൻ, to enter with victory, ജയത്തോടെ പ്രവേശിക്കാം, to enter inside with victory, ജയത്തോടെ പ്രവേശിക്കാം to enter with ഉള്ള victory, ദൈവിക അധികാരം a godly authority. പകർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. We impart and pray, ഇന്നു Lord. മുതൽ ദൈവ സന്നിധിയിൽ ഇരിക്കുവാൻ, Now want to sit in His presence. ഓ കാൽവറിയിൽ ജയമേറ്റെടുത്ത കർത്താവ് The Lord who won in the ഇറങ്ങി Calvary, വന്നത് ഒരു ഒലിവ് മലയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം, He came down after ഒരു a prayer, ഗതസമനത്തോട്ടത്തിലെ പ്രാർത്ഥനയ്ക്ക് after the ശേഷം. prayer at Gethsemane, ഓ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ ഇരുന്ന to sit in prayer likewise, വലിയ ജയത്തിന്റെ എൻട്രിയോടെ ഇറങ്ങാൻ, to enter with great victory. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുന്നവരെ ഓർത്ത് സ്തുതിക്കുന്നു കർത്താവേ. We praise for those who set apart time അവർ for prayer. പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ As soon as they get up from അവർ prayer, ആ പ്രാർത്ഥനയിൽ നിന്ന് പുറത്ത് ഇറങ്ങി വരുമ്പോൾ തന്നെ as soon as they come out of prayer, ജയത്തോടെ ഇറങ്ങുന്ന, as they come out with victory. ഹല്ലേലൂയ, ദൈവ കൃപയ്ക്കായി നന്ദി കർത്താവേ. We thank for the grace of God. ബ്ലസ് ചെയ്ത് We പ്രാർത്ഥിക്കുന്നു. bless the congregation. കർത്താവിന്റെ അഭിഷക്തൻ പ്രിയ ഷാജി പാസ്റ്ററിനായി We പ്രാർത്ഥിക്കുന്നു. pray for the man of God, Pastor കഴിഞ്ഞ Shaji. ഒരാഴ്ചയായി ഞങ്ങളുടെ ബന്ധമുണ്ടല്ലോ, He has been with us for the past week. അദ്ദേഹത്തിലൂടെ ഞങ്ങളോട് പകർന്ന ദൈവിക ദൂതുകൾക്കും For the word that was ദൈവിക conveyed through him. വചനങ്ങൾക്കുമായി നന്ദി കർത്താവേ. We thank you, Lord, for the ഞങ്ങൾ word. സഭയായി അനുഗ്രഹിച്ച് We പ്രാർത്ഥിക്കുന്നു. bless him as a church. പോകുന്നിടത്തൊക്കെ ഈ ജയത്തിന്റെ എൻട്രി വെളിപ്പെടട്ടെ കർത്താവേ. Wherever he goes, let the victorious entry happen. ചെല്ലുന്നിടത്തൊക്കെയും ഈ ജയം സംഭവിക്കട്ടെ. Wherever he goes, let the victory പൈശാചിക happen. മേഖലകൾ അദ്ദേഹത്തിന് മുമ്പിൽ മുട്ടുകുത്തട്ടെ. Let the demonic realms bow down കാരണം ജയാളിയായ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട്. because the victorious God is with him.
എത്ര നീതി ദേവതയുടെ ശക്തി എഴുന്നേറ്റ് നിന്നാലും, No matter how big of a power of the എത്ര right, ഈശാനമൂലൻ അടിച്ചാലും, no matter how much storm, എത്ര അണലി വന്നാലും, no matter what serpent comes, ജയത്തോടെ പ്രവേശിക്കുന്നവൻ the one who enters with victory ഇതിനെല്ലാം കുടഞ്ഞ് will shake all of തീയിൽ this, കളഞ്ഞ് will put it in fire, ബലത്തെ ജയിച്ച്, and will win upon its strength. യെസ് കർത്താവേ, Yes, Lord. ഇപ്പോൾ വീണ്ടും മരിക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് പേർ നോക്കിയിരുന്നപ്പോൾ, In front of the people who said he will die right now, ജയത്തിന്റെ എൻട്രി ഉള്ളവൻ the one who has the victory, ഹാലിൽ അണലിയെ കുടഞ്ഞ് തീയിൽ കളഞ്ഞു. he shook the viper into the fire അവർ കാണെ in front of them. പൗലോസ് വീണ് മരിച്ചില്ല, Paul did not die, പക്ഷെ ഈ അണലി തീയിൽ വെന്തുപോയി. but the viper was burned in the fire. ഹാലേലൂയ. ജയത്തിന്റെ എൻട്രി, ഇതുപോലെയുള്ള ജയത്തിന്റെ എൻട്രികളെ കൽപ്പിക്കും. A similar entries of victory. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു We bless him. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. Amen. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും The love of our Father, പുത്രനാം യേശു ക്രിസ്തുവിന്റെ the കൃപയും grace of Lord Jesus, നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ the comfort of the Holy Spirit, സംസർഗവും സഹവാസവും കൂട്ടായ്മയും the fellowship of the Holy Spirit നാമോടും with us, നാം പ്രാപിച്ച ദൈവിക വചനത്തിന്റെയും and upon the word that we received, അഭിഷേകത്തിന്മേലും and upon the anointing, നമ്മളെ ശുശ്രൂഷിച്ച കർത്താവിന്റെ അഭിഷേകത്തിന്മേലും and upon the man of God who ministered to us, ഇന്നു മുതൽ എന്നേക്കും from now on forever, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവോളം എന്നേക്കും ഇരിക്കുമാറാകട്ടെ. till the soon coming of Jesus. ആമേൻ. Amen. അർക്കപ്പെട്ട കുഞ്ഞാടിനും മഹത്വം. Slain land be glory. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആമേൻ. കർത്താവായ യേശുവേ Amen, Lord Jesus. വരണമേ. Come soon. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May God bless you. Praise the Lord. I request everyone to